പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഗുണ്ടകളുടെ സഹായമില്ലാതെ ചോദ്യങ്ങൾ നേരിടാൻ പേടിക്കുന്ന ആളാണോ അനിൽ കൊടുത്തോട്ടം പാസ്റ്റർ എന്ന യൂട്യൂബ് വീഡിയോ ഞാൻ ഇറക്കി. അത് 650ഓളം ആളുകൾ കാണാനിടയാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവിടെ ഞാൻ വളരെ ജെന്യുവിനായ ഒരു ചോദ്യമാണ് ചോദിച്ചത്. ശരിക്കും വിശുദ്ധ ബൈബിളിൽ നിന്നുകൊണ്ട് തന്നെ തിരുവചനത്തിലൂടെ ഒരു ചോദ്യം ചോദിച്ചു. അദ്ദേഹം അതിനൊരു കൺവിൻസിംഗ് ആയ ഉത്തരം അദ്ദേഹത്തിന് ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ ചോദിക്കുന്നത്. എന്നാൽ അദ്ദേഹം വളരെ അദ്ദേഹത്തിനെ രക്ഷിക്കാനായിട്ട് കുറച്ച് ഗുണ്ടകളൊക്കെ വന്നതുപോലെ വരികയും അനിലസ് നായർ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തെ രക്ഷിച്ചെടുക്കുന്നതുമൊക്കെ ആയ സംഭവങ്ങളാണ്. ഇതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിച്ചത്. എന്നാൽ അന്ന് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ പോയതിന് ശേഷം എനിക്ക് അദ്ദേഹവുമായിട്ട് ആർഗ്യുമെൻ്റ് ചെയ്യാനുള്ള സാധ്യത അവർ ഇല്ലാണ്ടാക്കി. എന്നാൽ ഞാൻ പോയതിന് ശേഷം അദ്ദേഹം എന്തോ മറുപടി പറഞ്ഞിട്ടുണ്ട്. അതിന് ഞാനൊരു വിശദീകരണവുമായി വരുമെന്ന് പറഞ്ഞിരുന്നു. അതാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മളിനി കേൾക്കാൻ പോകുന്നത് ഡയറക്റ്റ് വിഷയത്തിലേക്ക് കടക്കുകയാണ്. അവർ പല ആർഗ്യുമെൻറ്റുകളും പറഞ്ഞു. ഞാൻ റൂമിട്ടിട്ട് പെട്ടെന്ന് ഉത്തരം കേൾക്കാൻ തയ്യാറാകാതെ വെറുതെ ചോദ്യം ചോദിച്ചിട്ട് ഓടി രക്ഷപ്പെടുകയാണ്. ഇങ്ങനെയുള്ള പല നുണകളും പറഞ്ഞു. ഞാൻ സത്യസന്ധമായിട്ട് അറിയാൻ വേണ്ടി തന്നെ ചോദിച്ചതാണ്. കാരണം ഞാൻ ചോദിച്ചത് വിശുദ്ധ ബൈബിളിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്നുള്ള വളരെ വ്യക്തമായ ഒരു ലോജിക്കലായ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്നുകൊണ്ടാണ് ചോദിച്ചത്. അപ്പം ഞാൻ വിചാരിച്ചിരുന്നത് അദ്ദേഹം കുറേ ബൈബിൾ സ്കോളറൊക്കെ ആയതുകൊണ്ട് അദ്ദേഹം ഒരു വലിയ പെന്തക്കോസ്ത് സൈഡിലെ ഒരു വചന പ്രഘോഷണമൊക്കെ ആയതുകൊണ്ട് അദ്ദേഹത്തിന് അതിൻ്റേതായ ഒരു ഉത്തരം ഉണ്ടായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. അപ്പം ഞാൻ സത്യസന്ധമായിട്ട് അദ്ദേഹത്തിൻ്റെ റൂമിൽ ചെന്നപ്പം പറഞ്ഞ് ആദ്യം ഷിൻഡോ ബ്രദറുമായിട്ടുള്ള ഒരു ചർച്ചയിൽ അദ്ദേഹം മനുഷ്യത്വത്തിന് നിത്യതയുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാനത് ആ സെക്ഷനിലേക്ക് വരുമ്പോൾ നിങ്ങളെ ഷിൻഡോ ബ്രദറിൻ്റെ ആ ചോദ്യങ്ങളെ ഞാൻ ഒന്ന് അഡ്രസ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഈ വീഡിയോ പരമ്പരയിൽ വരും. ഇത് 2ാമത്തെ വീഡിയോ ആണ്. ഞാൻ അതൊക്കെ നിങ്ങളെ കേൾപ്പിക്കും. അപ്പോൾ അതിനുശേഷം പിറ്റേ ദിവസത്തെ റൂമിൽ അദ്ദേഹം പറഞ്ഞതൊരു മണ്ടത്തരമാണെന്ന് തിരിച്ചറിഞ്ഞ് അദ്ദേഹം അത് മാറ്റി. അദ്ദേഹം പറഞ്ഞു അതൊരു മനുഷ്യത്വത്തിനൊരു തുടക്കമുണ്ട്, യേശുവിൻ്റെ മനുഷ്യത്വത്തിനൊരു തുടക്കമുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം തൻ്റെ ആ നിലപാട് മാറ്റി. ഇനി അദ്ദേഹം ആദ്യം പറഞ്ഞപ്പോൾ മനസ്സിലാതെ ഉണ്ടായിരുന്നു എന്നൊന്നും എനിക്കറിയില്ല. ഞങ്ങൾ കേട്ട ആളുകൾക്ക് മനസ്സിലായത് എന്താണ്, മനുഷ്യത്വത്തിന് അല്ലെങ്കിൽ മനുഷ്യത്വം നിത്യമാണ്, ദൈവത്തിന് മാത്രമേ നിത്യതയുള്ളൂ, തുടക്കമുള്ളതിനൊന്നും നിത്യതയില്ല. കാരണം എന്താണ്, അത് ആരംഭിക്കുന്നുണ്ട് എന്നതുകൊണ്ടാണ്. ഉണ്ടായതിനു ശേഷം നിത്യതയുണ്ടെന്ന് പറയുന്ന പോലെ അല്ലല്ലോ. പക്ഷേ എനിവേ അദ്ദേഹം പറഞ്ഞു മനുഷ്യത്വത്തിനൊരു തുടക്കമുണ്ടെന്ന് വ്യക്തമായി പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു ആദത്തെ സൃഷ്ടിച്ചത് യേശുവിൻ്റെ രൂപത്തെ നോക്കി, പ്രതിമ പോലെ യേശുവിൻ്റെ രൂപത്തെ നോക്കിയാണ് സൃഷ്ടിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായ ഒരു ലോജിക്കൽ ക്വസ്റ്റ്യനാണ് തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ കത്തോലിക്ക സഭയുടെ CC അദ്ദേഹം വ്യാജമായി ആരോപിക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം. ഞാനത് ചോദിച്ചത് ആ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി ഒരു വലിയ ഗുണ്ടാ പ്രവർത്തനമാണ് അവിടെ നടന്നത്. അത് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം ഇതിന് മറുപടി പറയുന്നതും വളരെ ദയനീയവും പരിതാപകരവുമാണ് എന്ന് വളരെ ദുഃഖത്തോടെ പറയട്ടെ. അനിത്തോടത്തോളം പാസ്റ്ററിൽ നിന്നും ഇതുപോലെയുള്ള ഒരു നിലവാരത്തിലുള്ള ഒരു മറുപടി ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. എങ്കിലും നമ്മൾ എന്തായാലും ഇത് അഡ്രസ്സ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞതാണ്, അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ മണ്ടത്തരങ്ങൾ ഓരോന്നോരോന്നായി അഡ്രസ്സ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ മണ്ടത്തരം എന്ന് പറഞ്ഞത് അദ്ദേഹത്തെ മണ്ടനാണ് എന്നുള്ള അർത്ഥത്തിലല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം, അദ്ദേഹം മണ്ടനൊന്നുമല്ല. പക്ഷെ അദ്ദേഹം പറയുന്ന ചില ആശയങ്ങൾ മണ്ടത്തരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ആശയങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഏതായാലും അത് മണ്ടത്തരമാണോ അല്ലോ എന്ന് നമ്മൾ ഈ വീഡിയോ പരമ്പരയിലൂടെ പരിശോധിക്കുകയാണ്. അപ്പം നമുക്ക് ആ വീഡിയോയിലേക്ക് തന്നെ ഡയറക്റ്റ് പോകാം. അപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടിയാണ് അദ്ദേഹം പറയുന്നത്. നമുക്ക് ആ മറുപടി ഞാൻ എന്താണ് ചോദിച്ചതെന്നും ഞങ്ങളുടെ ഡിസ്കഷൻ എന്താണെന്നുള്ളതും നിങ്ങൾ ഈ കാണുന്ന യൂട്യൂബ് വീഡിയോയിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് എഡിറ്റ് ചെയ്യാതെ തന്നെ ആ ഫുൾ പാർട്ട് ഞാനും അദ്ദേഹവും നടന്നുള്ള സംഭാഷണമാണ് കേൾപ്പിച്ചിരിക്കുന്നത്. അതിനിടയ്ക്ക് ഞാൻ എൻ്റെ ചില കമൻറ്റുകളെ കൂട്ടിച്ചേർക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ പോയി കേൾക്കുക പ്രിയപ്പെട്ട സഹോദരന്മാരെ. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് തന്നെ മടങ്ങാം. നമ്മൾ ഞാൻ പോയതിന് ശേഷം അനിൽ കൊടുത്തോട്ടം പറഞ്ഞ ആശയങ്ങളിലേക്കാണ് എൻ്റെ ചോദ്യം എന്തായിരുന്നു, ഞാൻ ഇതിനെ ഇടയ്ക്ക് കയറി നിങ്ങളോട് പറയും. കാരണം അദ്ദേഹം കാണിക്കുന്ന
ഒരു സത്യസന്ധതയില്ലായ്മ ഉണ്ട്. അതൊന്ന് തുറന്നു കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് കേൾക്കാം. ഞാൻ പ്രതികരിച്ചോട്ടെ. ഞങ്ങളുടെ ഈ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന കാലത്ത് നമുക്ക് ഇംഗ്ലീഷിൽ കാര്യങ്ങൾ പറയാനും ഗ്രഹിക്കാനും ഒക്കെ ഇച്ചിരി പാടുണ്ട്. ഗ്രഹിക്കാൻ കഴിയും, അല്പം കഴിയുമ്പോൾ പറയാനൊക്കെ ബുദ്ധിമുട്ട് വരും, പിന്നെ അത് പഠിക്കും. അപ്പോൾ ആദ്യഘട്ടമൊക്കെ ഇംഗ്ലീഷ് പ്രയർ എഴുതി പഠിക്കുക. ഔദ്യോഗിക പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പഠിക്കണമല്ലോ. അപ്പം ഞങ്ങൾ കൂടെ പഠിച്ചൊരു ചങ്ങാതി, അവർ മോസ്റ്റ് ലവി ഫാദർ ഇൻ ഹെവൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തുടങ്ങുന്നത് ചില പ്രയർ. പുള്ളിക്ക് ഇത് കേട്ടിട്ട് അത് തിരിച്ചറിയാൻ പറ്റിയില്ല. അദ്ദേഹം തുടക്കത്തിൽ ഓൾമോസ്റ്റ് ഹെവൻലി ഫാദർ എന്ന് വിളിച്ചു. ഓൾമോസ്റ്റ് ഹെവൻലി ഫാദർ എന്ന് പറഞ്ഞ പോലെ ഈ ചിലർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴൊരു വേർഡ് കാണുന്നു പറഞ്ഞാൽ അത് നമ്മൾ സഫർ ചെയ്യാൻ രക്ഷയുള്ളൂ. ഇപ്പം മണ്ടൻ എന്ന് പറയുകയാണ്. ഓക്കെ, എനിക്കതൊന്നും ആരെക്കുറിച്ചും വിളിക്കാൻ താല്പര്യമില്ല, അതൊന്നും പാടില്ല. കാരണം നമുക്ക് കൈകാര്യം ചെയ്യുന്ന വിഷയം അങ്ങനെയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ അനിൽക്കൊടുത്തോടെ പാസ്റ്ററിനെ മണ്ടനെന്ന് വിളിക്കുകയല്ല ചെയ്തത്, മണ്ടത്തരങ്ങൾ പറഞ്ഞു എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ സത്യസന്ധമായിട്ട് അനിൽക്കൊടുത്തോടം പാസ്റ്ററിൻ്റെ ജിൻഡോ ബ്രദറുമായിട്ടുള്ള ഡിസ്കഷൻ കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും ബിബ്ലിക്കലി മണ്ടത്തരമാണെന്ന് എനിക്ക് തോന്നി. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മനുഷ്യത്വത്തിന് നിത്യതയുണ്ട് എന്ന് പറഞ്ഞതാണ്. എൻ്റെ ബോധ്യമനുസരിച്ച് ദൈവത്തിന് മാത്രമേ നിത്യതയുള്ളൂ. ആദിയും അന്തവുമല്ലാത്ത, തുടക്കവും ഒടുക്കവുമില്ലാത്ത ഒന്ന് ദൈവം മാത്രമാണ്, ഹോളി ട്രിനിറ്റി മാത്രമാണ്. അപ്പം മനുഷ്യത്വത്തിന് നിത്യതയുണ്ടെന്ന് പറഞ്ഞാൽ അതൊരു ഭൂലോക മണ്ടത്തരമാണ്. ഇനി ഇത് ഫിലോസഫിക്കൽ ആയിട്ട് നമ്മൾ പറഞ്ഞാൽ പോലും മണ്ടത്തരമാണ്. കാരണം ഗോഡ് എന്ന വേർഡിൻ്റെ ഒരു വിശേഷണമാണ് തുടക്കവും ഒടുക്കവുമില്ലാത്ത നിത്യമായി നിലനിൽക്കുന്നതെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാനത് മണ്ടത്തരമെന്ന് പറഞ്ഞത്. ഇത് മാത്രമല്ല, അദ്ദേഹം പറയുന്ന ഓരോ ആർഗ്യുമെൻറ്റുകളും ബിബ്ലിക്കലിയും യുക്തിഭദ്രമായിട്ട് മണ്ടത്തരമാണെന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് അദ്ദേഹത്തോട് സംസാരിക്കാൻ തോന്നി. എൻ്റെ ഉള്ളിൽ സത്യസന്ധമായിട്ട് എന്താണോ ഉള്ളത് അത് ഞാൻ തുറന്നു പറഞ്ഞു. അത് താങ്കൾ പറഞ്ഞ കാര്യങ്ങളിൽ മണ്ടത്തരങ്ങളൊന്നും തോന്നിയതുകൊണ്ട് അത് ക്ലാരിറ്റി പറയാനായിട്ട് വന്നു എന്നാണ് പറഞ്ഞത്. അല്ലാതെ ഞാൻ ഇദ്ദേഹമായിട്ട് ഇതിനു മുമ്പ് എത്രയോ റൂമുകളിൽ സംസാരിച്ചിട്ടുണ്ട്, അവിടെ ഞാൻ പോയിട്ട് മണ്ടത്തരം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയത്തിൽ അദ്ദേഹം എടുത്തിരിക്കുന്ന സ്റ്റാൻഡ് മണ്ടത്തരമാണ് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇനി ഈ മറുപടി കേട്ട് കഴിയുമ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങൾക്കത് മനസ്സിലാവും. നമുക്ക് തുടർന്ന് കേൾക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ സഹോദരനാണ് ടിസൺ, അങ്ങനെ മണ്ടനെന്ന് വിളിക്കണ്ട, അദ്ദേഹം എന്തെങ്കിലും പറയുന്നത് പറയട്ടെ. പിന്നെ ഈ വചന ചർച്ചകൾക്ക് ഇത്രയും എന്താ പറയുന്നത്, ചൂട് രക്തം കൊണ്ട് നമ്മൾ ഇടപെട്ട് കഴിഞ്ഞാൽ പാടാണ്. നമ്മളൊക്കെ ഡിബേറ്റ് സ്റ്റേജിലിരിക്കുമ്പോൾ കണ്ടിട്ടില്ലേ, അവിടെ ഇത്രയും ചൂടാക്കാൻ ആളുകൾ നോക്കിയാലും ഞങ്ങൾ ചൂടാവില്ല. അത് ദൈവം തന്നൊരു കാരുണ്യമൊക്കെയാണ്, നമ്മുടെ കഴിവല്ല. ഇനി ഇദ്ദേഹം പറഞ്ഞൊക്കെ ചോദ്യത്തിൽ അടിസ്ഥാനമില്ല. അതേപോലെ ഈ കാറ്റക്കിസത്തിൻ്റെ നിലപാടാണ് പറയുന്നത്, അത് കൊള്ളാം, അങ്ങനെ പറയാവും. അത് ബിബ്ലിക്കൽ അല്ല ഈ പറയും. അപ്പോൾ ബൈബിൾ എന്ന് പറയുന്ന ഞാൻ പറഞ്ഞാൽ അത് മണ്ടത്തരം എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് കാറ്റക്കിസം അതിൻ്റെ മീതെ പ്രതിഷ്ഠിക്കുന്ന, അത് അങ്ങനെ പറഞ്ഞെങ്കിലേ ആ ഡോക്ടർ നിലനിൽപ്പുള്ളതെന്ന് നമുക്കറിയാം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതാണ് അനിൽക്കൊടുത്തോട്ടം എടുക്കുന്ന ഏറ്റവും ധാർമ്മികമല്ലാത്ത നിലപാട്. ബഹുമാനപ്പെട്ട പാസ്റ്റർ ശരിക്കും കപടതയോടെയാണ് സംസാരിക്കുന്നതെന്ന് പറയാനുള്ള കാരണവും ഇതാണ്. അദ്ദേഹം എന്താണ് പറയുന്നത്, നമുക്കൊന്നും കൂടെ ഒന്ന് കേട്ടു നോക്കാം. അതേപോലെ ഈ കാറ്റക്കിസത്തിൻ്റെ നിലപാടാണ് പറയുന്നത്, അത് കൊള്ളാം, അങ്ങനെ പറയാവും. അത് ബിബ്ലിക്കൽ അല്ല ഈ പറയും. ഞാനിവിടെ ഒരു നിലപാട് പറയുകയല്ല ചെയ്തത്, ഞാൻ അടിസ്ഥാനപരമായി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് ചെയ്തത്. അത് വിശുദ്ധ ബൈബിൾ, കാറ്റക്കിസത്തിൽ നിന്നല്ല ഞാൻ ചോദ്യം ചോദിച്ചത്, വിശുദ്ധ ബൈബിളിൽ നിന്നാണ്. നിങ്ങൾ ഈ കാണാൻ പോകുന്ന ഈ ഭാഗത്തു നിന്നാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. ഞാനതൊന്ന് ഏതായിരുന്നു ആ ചോദ്യം ഇതായിരുന്നു. ഞാനത് ഒത്തിരി വിശദമായിട്ട് ഞാൻ പറയുന്നില്ല. കാരണം എന്തെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പോയാൽ ആ ചോദ്യം ഞാൻ പറഞ്ഞത് നുണയാണോ എന്നെല്ലാം വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഈ ഞാൻ നേരത്തെ കാണിച്ച യൂട്യൂബ് ചാനലിൽ ഇതിൻ്റെ ആദ്യത്തെ പാർട്ടിലേക്ക് നിങ്ങൾ പോയാൽ മതി. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത്, എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് വളരെ കൃത്യമായിട്ട് ഞാൻ കത്തോലിക്കാ സഭയുടെ കാറ്റക്കിസത്തിൽ നിന്ന് സ്വർഗത്തിലിരിക്കുന്ന ഉദ്ധിതനായ ക്രിസ്തുവിന് തൊടുവാനും സ്പർശിക്കാനും ഒക്കെ പറ്റുന്നതാണെന്ന് സൂചന നൽകുന്ന ഭാഗങ്ങൾ വായിച്ച് കേൾപ്പിച്ചിട്ട്
അദ്ദേഹത്തോട് ചോദിച്ചു, ആദത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഇരിക്കുന്ന യേശുക്രിസ്തു, അല്ലെങ്കിൽ ആദത്തെ യേശുക്രിസ്തുവിനെ നോക്കിയാണ് സൃഷ്ടിച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത്. ആ യേശുക്രിസ്തുവിൻ്റെ രൂപത്തിലാണ് ആദത്തെ സൃഷ്ടിച്ചത്. അപ്പം ആദത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പുള്ള യേശുക്രിസ്തുവിന് തൊടുവാനും കാണുവാനുമൊക്കെ കഴിവുള്ള, സ്പർശിക്കാനും ഭക്ഷണം കഴിക്കാനുമുള്ള കഴിവുള്ള രൂപത്തിലാണോ ഇരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അതെ എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് നിങ്ങൾ ഈ കാണുന്ന തിരുവചനത്തിലൂടെ ഞാൻ മറുപടി പറയുന്നത്. ഞാൻ അങ്ങനെ ചോദിച്ചായിരുന്നോ ഇല്ലയോ എന്ന് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്കൊന്ന് കേൾക്കാം. പാസ്റ്ററിനെ രക്ഷിക്കാനായിട്ടാണ് ഇവിടെ വന്ന് ഇതെല്ലാം ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് വലിയ പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ റൂമുകളിൽ. അതുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങൾ ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ ശരീരത്തെക്കുറിച്ച് എൻ്റെ വിശ്വാസമാണ്, ഞാൻ വായിക്കുന്നത് കത്തോലിക്ക വിശ്വാസം തന്നെ, 640 ഉദ്ധിതനായ യേശു, ഉദ്ധിതനായ ക്രിസ്തു, ഉദ്ധിതമായ മനുഷ്യത്വത്തിൻ്റെ അവസ്ഥ. ഉദ്ധിതനായ യേശു സ്പർശനം, ഭക്ഷണത്തിൻ്റെ പങ്കുചേരൽ എന്നിവ വഴി തൻ്റെ ശിഷ്യന്മാരുമായി നേരിട്ട് സങ്കല്പം സ്ഥാപിക്കുന്നു. അങ്ങനെ താൻ ഒരു ഭൂതമല്ലെന്ന് മനസ്സിലാക്കാൻ അവിടുന്ന് അവരെ ക്ഷണിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ്, ഉദ്ധിതനായ ക്രിസ്തുവിന് ഭക്ഷണം കഴിക്കാൻ പറ്റും, സ്പർശിക്കാൻ പറ്റും എന്നൊക്കെ കത്തോലിക്ക സഭ പറയാണ്. സർവോപരി താൻ അവർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ കാണുന്ന പീഡാസ്ഥാനത്തിന്റെ അടയാളങ്ങൾ ഇപ്പോഴും സംഭവിക്കുന്ന ആ ശരീരം പീഡിതവും കുരിശിതവുമായ അതേ ശരീരം തന്നെയാണെന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്താൻ അവിടുന്ന് അവരെ ക്ഷണിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആ നമ്മുടെ മുറിവുകൾ, യേശുക്രിസ്തുവിന്റെ ശരീരത്തിലുണ്ടായ മുറിവുകളുടെ അടയാളങ്ങൾ പോലും ഉള്ള യേശുക്രിസ്തുവാണ് സ്വർഗത്തിൽ ഇരിക്കുന്നതെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതേസമയം സത്യവും യഥാർത്ഥവുമായ ആ ശരീരം മഹത്വപൂർണമായ ശരീരത്തിന്റെ പുതിയ ഗുണങ്ങളും കൂടിയുള്ളതാണ്. അപ്പോൾ അഡീഷണൽ ആയിട്ട് മിസ്റ്റിക്കൽ, മൗതിക ശരീരമായ സ്വർഗീയ ശരീരമായി മാറിയപ്പോൾ അഡീഷണൽ ഗുണങ്ങളും കൂടെ കിട്ടി. അത് സ്ഥലകാലങ്ങളുടെ പരിമിതി ഇല്ലാതാണ്, സ്പേസ് ആൻഡ് ടൈമിന് വിധേയമല്ല. എങ്ങനെ എപ്പോൾ കാണപ്പെടുന്നുവെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു അങ്ങനെ അപ്പോൾ പ്രത്യക്ഷപ്പെടാൻ കഴിവുള്ളവയാണ്. കാരണം അവിടുത്തെ മനുഷ്യത്വം ഇനിമേൽ ഭൂമിയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല, ഇനി അത് പിതാവിന്റെ ദൈവിക മണ്ഡലത്തിൻ്റെത് മാത്രമാണ്. അതുകൊണ്ട് കൂടിയാണ് ഉദ്ധിതനായ യേശു ഇഷ്ടം പോലെ പ്രത്യക്ഷപ്പെടാനുള്ള പരമമായ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത്. അപ്പൊ ഇത്ര ഞാനിവിടെ നിർത്തുവാണ്. ഇതിന് ബാക്കിയുണ്ട്, നിങ്ങളെ താല്പര്യമുള്ളവർ വായിച്ചോളൂ. അപ്പം സ്വർഗത്തിലിരിക്കുന്ന ഇപ്പോഴിരിക്കുന്ന യേശു ക്രിസ്തുവിന്, അല്ലെങ്കിൽ സ്വർഗീയനായിരിക്കുന്ന യേശുവിന് ഭക്ഷണത്തിൽ പങ്കുചേരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ ആണ് സഭ പറയുന്നത്. അപ്പം ഈ ആദത്തിനു മുമ്പിൽ ഉണ്ടായിരുന്ന യേശു ക്രിസ്തുവിനും ഈ ഉദ്ധിതനായ ക്രിസ്തുവിന്റെ അതേ അവസ്ഥ ഉണ്ട് എന്നാണ് അൽപാസ്റ്റർ പറഞ്ഞതെന്നാണ് എനിക്ക് മനസ്സിലായത്. ശരിയല്ലേ? അതെ അതെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ ഇവിടെ ഞാൻ വളരെ കൃത്യമായിട്ട് സ്പെസിഫിക് ആയിട്ട് ചോദിക്കുമാണ്. കത്തോലിക്ക വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു സഭയുടെ CCCയിലെ ഒരു ഡോക്യുമെൻ്റ് വായിച്ചിട്ട് അത് എൻ്റെ വിശ്വാസം കൂടി ആയതുകൊണ്ട് ഞാനത് പറഞ്ഞിട്ട് അതുപോലെ തന്നെയാണോ ഈ ആദത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് യേശു ക്രിസ്തു ഇരുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ അതെ എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുകയാണ്. എന്ന് പറഞ്ഞാൽ പൂർണ്ണ മനുഷ്യരൂപത്തിൽ മൗതിക ശരീരത്തോടു കൂടി, അല്ലെങ്കിൽ ഉദ്ധിതനായ മഹത്രികത ശരീരത്തോടു കൂടി തൊടാനും സ്പർശിക്കാനും ഒക്കെ പറ്റുന്ന രീതിയിൽ, ഭക്ഷണം കഴിക്കാനും ഒക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു ശരീരത്തോടു കൂടി പൂർണ്ണ മനുഷ്യാത്മാവോടും പൂർണ്ണമായ സ്വർഗീയ ശരീരത്തോടും കൂടി യേശു സ്വർഗത്തിൽ ഇരിക്കുന്നുണ്ട് എന്ന് കത്തോലിക്ക വിശ്വാസത്തിൻ്റെ ഭാഗമായി ഉദ്ധിതനായ ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം അതുപോലെ തന്നെയാണോ ആദത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് യേശു ക്രിസ്തു ഇരുന്നത് എന്നാണ് ഞാൻ ചോദിച്ചത്. അദ്ദേഹം അതെ എന്ന് തന്നെ ഉത്തരം പറഞ്ഞു. നിങ്ങൾ കേട്ടല്ലോ. ഇനി ഇദ്ദേഹം പറഞ്ഞു ഞാൻ ബൈബിളിൽ നല്ല ചോദിച്ചത് എന്ന് പറയുമ്പോൾ, ഞാൻ ചോദിച്ചത് CCCന്നോ എവിടുന്നോ അല്ല, ചോദിച്ചത് ബൈബിളിൽ നിന്ന് തന്നെയാണ്. 2 കൊറിന്ത്യർ 4:4 ഞാൻ വായിച്ചു. ഇതാണ്: ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധകാരമാക്കുന്നു, തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. റോമ 5:14 ആദത്തിൻ്റെ പാവം സദൃശ്യമായ പാപം ചെയ്യാതിരുന്നവരുടെ മേൽ പോലും ആദത്തിൻ്റെ കാലം മുതൽ മോശയുടെ കാലം മരണം ആധിപത്യം പുലർത്തി. ആദം വരുവാനിരുന്നവൻ്റെ പ്രതീകമാണ്. അപ്പോൾ ക്രിസ്തുവാണ് വരുവാനിരുന്നതെന്നും ആ ക്രിസ്തുവിനെ രൂപത്തെ നോക്കിയാണ് ആദത്തെ സൃഷ്ടിച്ചതെന്നും അൽക്കൂടത്തോളം ഭാഷണം പറയുമ്പോൾ, നമ്മൾ സ്വർഗത്തിലിരിക്കുന്ന ക്രിസ്തുവിനെ തൊടുവാനും ഭക്ഷണം കഴിക്കുവാനും ഒക്കെ പറ്റുന്ന രീതിയിലുള്ളൊരു സ്വർഗീയ ശരീരമുണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ആ ക്രിസ്തുവിനെ നോക്കിയാണ് ആദത്തെ സൃഷ്ടിച്ചെങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ പ്രതിരൂപമാണ് എന്ന് പറയുമ്പോൾ
സ്വാഭാവികമായും ഇവിടെ എന്താണ് റോമ 5:14 ആദത്തിൻ്റെ പ്രതിരൂപമാണ് എന്ന് പറയുന്നു. ക്രിസ്തു ദൈവത്തിൻ്റെ പ്രതിരൂപമാണെന്ന് 2 കൊറിന്ത്യസ് 4:14 പറയുന്നു. കൊളോസസ് 1:15 പറയുന്നു അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികളും ആദിജാതനുമാണെന്ന് പറയുന്നു. ഈ അർത്ഥം, ഈ വചനങ്ങൾ വെച്ച് നമ്മൾ അനിൽക്കൊടുത്തോട്ടം പാസ്റ്ററിൻ്റെ സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞാൽ അദൃശ്യനായ ദൈവത്തിനും നമ്മളെപ്പോലെയുള്ള ഒരു ശരീരം, സ്വർഗത്തിലിരിക്കുന്ന ക്രിസ്തുവിനുണ്ടെന്നാണല്ലോ പറഞ്ഞത്, ഒരു സ്വർഗീയ ശരീരം ഉണ്ടെന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണ് ഞാൻ അനിൽ കാസ്റ്റിനോട് ചോദിച്ചത്. ഇതിലെന്ത് മണ്ടത്തരമാണുള്ളത്? എന്ത് ബൈബിളിൽ നിന്നല്ലാത്ത ചോദ്യമാണുള്ളത്? ഇത് അനിൽക്കൊടുത്തോട്ടം പാസ്റ്റർ ബൈബിളിൽ നിന്ന് പറഞ്ഞപ്പോൾ വിശുദ്ധ ബൈബിളിൻ്റെ വെളിച്ചത്തിൽ തന്നെ ഞാൻ ചോദ്യം ചോദിച്ചതാണ്. ഇതിനെ അഡ്രസ്സ് ചെയ്യാതെ ഞാൻ ചോദിക്കുന്നതൊന്നും ബൈബിളിൽ നിന്നല്ല എന്ന് പറഞ്ഞ് തടി തപ്പുന്ന ഈ ഉഡായിപ്പ് എൻ്റെ പ്രിയപ്പെട്ട അനിൽക്കൊടുത്തോട്ടം പാസ്റ്ററെ, താങ്കളെ എനിക്കിഷ്ടമാണ്. താങ്കൾ ഇതുപോലെയുള്ള കപടത കാണിക്കരുത് എന്ന് ഞാൻ താങ്കളോട് അഭ്യർത്ഥിക്കുകയാണ്. എനിക്ക് അത്ര ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ചോദിച്ചത്, ഈ പ്രാവശ്യം ചോദിച്ചത് വിശുദ്ധ ബൈബിളിൽ നിന്ന് തന്നെയാണ്, വചനം തെളിവ് വെച്ച് തന്നെയാണ് ചോദിച്ചത്. അതിന് താങ്കൾക്ക് ഉത്തരം ഉണ്ടെങ്കിൽ പറയുക. അദ്ദേഹം ഉത്തരവൊന്നും പറയുന്നില്ല, നമുക്ക് തുടർന്ന് കേൾക്കാം. ഇതും കൂടെ ഒന്ന് കേട്ടിട്ട് നമുക്കങ്ങ് പോവാം. കാറ്റക്കിസത്തിന്റെ നിലപാടാണ് പറയുന്നത്. അത് കൊള്ളാം, അങ്ങനെ പറയാം. അത് ബിബ്ലിക്കൽ അല്ല ഈ പറയും. അപ്പോൾ ബൈബിൾ എന്ന് പറയുന്ന ഞാൻ പറഞ്ഞാൽ അത് മണ്ടത്തരം എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് കാറ്റക്കിസം അതിൻ്റെ മീതെ പ്രതിഷ്ഠിക്കുന്ന, അത് അങ്ങനെ പറഞ്ഞെങ്കിലേ ആ ഡോക്ടറിന് നിലനിൽപ്പുള്ളതെന്ന് നമുക്കറിയാം. പിന്നെ അദ്ദേഹത്തെ കാത്തലിക്സായിട്ട് ഉൾക്കൊള്ളാത്തവരോടുള്ള പകയാണ് വേറൊരു കാര്യം. എനിക്ക് അതിലൊന്നും വിഷയമില്ല. പക്ഷെ അദ്ദേഹത്തെ ചോദിച്ച ചോദ്യത്തെ ഞാൻ അഡ്രസ്സ് ചെയ്യണമല്ലോ. ആദ്യം പറയാം, ഈ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇനി പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ചോദിച്ച ചോദ്യം നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായല്ലോ. ആ ചോദ്യത്തെ അദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്നത് എങ്ങനെയാണ്? അഡ്രസ്സ് ചെയ്തോ ഇല്ലയോ, അതോ അതിവിദഗ്ധമായി ഒഴിഞ്ഞു മാറുകയാണോ? ഇതെല്ലാം നമുക്കൊന്ന് പരിശോധിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും അത് 3 ഹൈപ്പോസ്റ്റാസീസാണ്. വ്യത്യസ്തങ്ങളായ പേഴ്സണാലിറ്റീസാണ്. അവയ്ക്ക് വ്യത്യസ്തങ്ങളായ ഫങ്ഷൻസ് ഉണ്ട്. അല്ലെ പിന്നെ വ്യത്യസ്തത എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സർവശക്തിയിലോ സർവജ്ഞാനത്തിലോ അങ്ങനെയുള്ള ആട്രിബ്യൂട്ട്സിലല്ല വ്യത്യാസം, ഫങ്ഷൻസ്, ആക്ടിവിറ്റീസ്. എക്സാമ്പിൾ, ക്രൂശിൽ മരിച്ചത് പുത്രനാണ്, അപ്പോൾ അത് പരിശുദ്ധാത്മാവല്ല എന്ന് തീർത്ത് പറയാമല്ലോ. ക്രൂശിൽ മരിച്ചത് പിതാവല്ല, പുത്രനാണ്. ഈ പ്രതിരൂപം എന്നതിന് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ശരിയാണ്, അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. പക്ഷേ സത്താപരമായി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഒറ്റ സത്തയേ ഉള്ളൂ. ഇത് സമാന സത്താവാദമല്ല. ദൈവത്തിൻ്റെ കോടാനുകോടി അംശത്തിലുമുള്ള ഒരു ദൈവിക അംശത്തെ എടുത്താൽ ആ അംശത്തിലും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഹൈപ്പോസ്റ്റാറ്റിക് യൂണിറ്റ് തുല്യ രൂപത്തിലുണ്ട്. അതുകൊണ്ട് ഹോളി ട്രിനിറ്റി കുരിശിൽ അല്ലെങ്കിൽ സഫർ ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ വചനമാകുന്ന ദൈവമാണ് ക്രൂശിൽ മരിച്ചത് എന്ന് പറയുമ്പോൾ അവിടെ പിതാവും പുത്രനും ഇല്ല എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം സത്താപരമായി ഒറ്റ ദൈവമേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ പിതാവും ഉണ്ട്, പരിശുദ്ധാത്മാവും ഉണ്ട്. പക്ഷെ വ്യക്തി എന്ന നിലയിൽ നമ്മൾ പറയുമ്പോൾ എന്താണ്? പുത്രൻ മാത്രമാണ്, വചനമാകുന്ന ദൈവം മാത്രമാണ് മനുഷ്യനായി വന്ന് കുരിശിൽ കയറിയത്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യമുണ്ട് പ്രിയപ്പെട്ടവരെ. ഇത് ദൈവത്തിൻ്റെ ശരീരത്തെക്കുറിച്ചാണ്. ആദത്തിൻ്റെ ശരീരം ദൈവം സൃഷ്ടിച്ചത്. പരിശുദ്ധ കന്യാമറിയത്ത് ശരീരം എടുത്തോ ഇല്ലയോ എന്നുള്ള വിഷയത്തിനാണല്ലോ ഈ ചർച്ചയെല്ലാം വരുന്നത്. അപ്പം ആദത്തിൻ്റെ ശരീരം ദൈവം സൃഷ്ടിച്ചത് യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തെ സ്വർഗീയ ശരീരത്തെ നോക്കിയതാണെന്ന് പറയുമ്പോൾ, ആ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പ്രതിരൂപമാണെന്ന് പറയുമ്പോൾ ആ പ്രതിരൂപമുണ്ടോ, ശരീരമുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അപ്പം നമ്മൾ ഇതിൻ്റെ ഇൻ്റർലീനിയറിലേക്കൊക്കെ പോകും കേട്ടോ. ഇൻ്റർലീനിയറിലേക്കൊക്കെ പോകും. കാരണം അനിലസ് നായരുടെ ഉഡായിപ്പ് പരിപാടിയിൽ അദ്ദേഹം അത് ഏറ്റുപിടിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇദ്ദേഹം പറഞ്ഞ കാര്യത്തിന് നമുക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. എൻ്റെ ചോദ്യം എന്താണ്? ദൈവത്തിന് യേശു ക്രിസ്തുവിനെ പോലെ ശരീരമുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ദൈവം എന്ന് പറഞ്ഞാൽ പിതാവിനും പരിശുദ്ധാത്മാവിനും ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. കാരണം വചനമാകുന്ന ദൈവത്തിനുണ്ടല്ലോ. അദ്ദേഹം അത് പറഞ്ഞാൽ മതി, നമുക്ക് നോക്കാം. ഇന്നലെ യേശു അത് പറയുന്നത് കേട്ടു, ബുദ്ധി ജ്ഞാനം എന്നൊക്കെ പറയുന്നത് കേട്ടു. ഇതിൽ അർത്ഥമില്ല. ഈ ബുദ്ധിയും ജ്ഞാനമൊക്കെ മൃഗങ്ങൾക്കുണ്ട്. ഇവിടെ ഞങ്ങളുടെ പൊസിഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. ദൈവം, ഉൽപ്പത്തി പുസ്തകം
ഉൽപ്പത്തി പുസ്തകം നമുക്കത് ഇൻ്റർലീനിലേക്ക് പോകുമ്പോൾ അത് കൂടുതൽ കൃത്യമായി മനസ്സിലാവും. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ ദൈവം വീണ്ടും അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം, അവർക്ക് കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും താൽക്കാലികം മുഴുവൻ്റെയും ഭൂമിയിൽ എഴുതുന്ന സർവ്വജീവികളുടെയും മേൽ ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. അങ്ങനെ ദൈവം തൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ഈ വചനത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഛായ, ദൈവം അരൂപിയാണ്, ദൈവത്തിൻ്റെ ഛായ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആകെ ഉള്ളത് ദൈവത്തിൻ്റെ ക്വാളിറ്റികൾ. എന്താണ്? ദൈവത്തിന് ചിന്തിക്കാൻ കഴിവുണ്ട്, മനസ്സിലാക്കാൻ കഴിവുണ്ട്, ദൈവത്തിന് ഫ്രീ വില്ലുണ്ട്, ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് ദൈവം ഉദ്ദേശിക്കുന്നത് എന്നാണ് ദൈവത്തിൻ്റെ ഛായ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറയുമ്പോൾ ഇദ്ദേഹം മൃഗങ്ങൾക്ക് ഇതുണ്ടോ? മൃഗങ്ങൾക്ക് ഫ്രീ വില്ലുണ്ടോ പ്രിയപ്പെട്ട സഹോദരന്മാരെ? മൃഗങ്ങൾക്ക് ഫ്രീ വില്ലില്ല. പരിമിതമായ അളവിൽ പോലും മൃഗങ്ങൾക്ക് ഫ്രീ വില്ലില്ല. മൃഗങ്ങൾക്കുള്ളത് എന്താണ്? മൃഗങ്ങൾക്ക് അതിൻ്റെ വാസനയ്ക്കനുസരിച്ച് പ്രതിഫലിക്കുന്ന ചില സവിശേഷതകൾ മാത്രമാണുള്ളത്. അപ്പം മൃഗങ്ങൾക്കും പരിമിതമായ അളവിൽ ഫ്രീ വില്ലുണ്ടെന്നാണ് പറയുന്നത്. ഒരു വിശന്നിരിക്കുന്ന പട്ടിക്ക് അതിൻ്റെ സ്വാഭാവിക ജഡിക വാസനയാണ് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. അതിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ അത് കഴിക്കാൻ യോഗ്യമായ പട്ടി കഴിക്കുന്ന ഭക്ഷണം കൊടുത്താൽ അത് കഴിക്കാതിരിക്കുമോ? എന്നാൽ ഒരു മനുഷ്യൻ അങ്ങനെയാണോ? 10 ദിവസമായിട്ട് വിശന്നിരിക്കുകയാണ്, ഇനി ഞാൻ 20 ദിവസം കൂടെ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് തീരുമാനിക്കാൻ മനുഷ്യന് സാധിക്കും. അതിനെയാണ് ഫ്രീ വിൽ എന്ന് പറയുന്നത്. പട്ടിക്കും മൃഗങ്ങൾക്കൊന്നും ഫ്രീ വില്ലില്ല. അതിൻ്റെ സ്വാഭാവിക ജഡിക പ്രവണതകൾക്കനുസരിച്ച് പ്രതികരിക്കുക എന്നത് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. ആ പ്രതികരണത്തിൽ ചില ആൾട്ടർനേഷനൊക്കെ വരുത്താൻ അതിന് സാധിക്കും, അത്രേ ഉള്ളൂ. അപ്പം തൻ്റെ ആശയത്തെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി അദ്ദേഹം കൊണ്ടുവരുന്ന ആർഗ്യുമെൻറ്റുകളാണ് നിങ്ങളിവിടെ കാണുന്നത്. പട്ടിക്കും പൂച്ചയ്ക്കും ഒക്കെ ഫ്രീ വില്ല് പരിമിതമായ അളവിലുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എവിടെ ചെന്ന് നിന്നു? എന്താണ് ഫ്രീ വില്ലെന്ന് പോലും ബഹുമാനപ്പെട്ട അനിൽക്കുടത്തോളം പാസ്റ്ററിന് അറിയാമോ? ഒരു മനുഷ്യൻ്റെ ജഡികമായ അല്ലെങ്കിൽ ജഡത്തിൻ്റെ വാസനകൾക്കനുസരിച്ച് പ്രതികരിക്കുകയും ആ ജഡത്തിൻ്റെ പ്രവണതകൾക്കെതിരായി ഒരു വ്യക്തിക്ക് ബുദ്ധി കൊണ്ട് തീരുമാനമെടുത്ത് അത് നടപ്പിലാക്കാൻ കഴിയുന്നതിനെയാണ് ഫ്രീ വിൽ എന്ന് പറയുന്നത്. അപ്പോൾ ജഡിക വാസനകളൊക്കെ അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് ഫ്രീ വില്ല. ജഡം എന്തു പറയുന്നു അതനുസരിച്ച്. ഭക്ഷണം കഴിക്കാൻ പറയുമ്പോൾ ഭക്ഷണം കഴിക്കുന്നു. വയറ് നിറഞ്ഞിരിക്കുന്ന ഒരു പട്ടി ഭക്ഷണം കഴിക്കുമോ? അല്ല ഒരു മൃഗം ഭക്ഷണം കഴിക്കുമോ? അതിന് കഴിയില്ല, കാരണം അതിൻ്റെ വാസന അതാണ്. അതേ മനുഷ്യൻ അങ്ങനെയാണോ? എത്ര ഭക്ഷണ കൊതി വന്നു കഴിഞ്ഞാൽ എത്ര വേണമെങ്കിലും കഴിക്കാം. അവന് വയറ് നിറഞ്ഞാൽ ശരീരം വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചിലർ കഴിക്കും. അപ്പം നമ്മൾ അതെന്താണ്? ബുദ്ധിയിൽ ആ ടേസ്റ്റ് അനുഭവിക്കണമെന്ന ആ കൊതിയിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ഇവിടെ അൽക്കുടത്തോളം പാസ്റ്റർ പറയുന്നത് നമ്മൾക്ക് കേൾക്കാം. ബുദ്ധിയും ഞാനൊക്കെ മൃഗങ്ങൾക്കുണ്ട്, അത് ലിമിറ്റഡാണ്, അതേ ഉള്ളൂ. അവയ്ക്ക് തീറ്റ കൊടുക്കുന്ന യജമാനനെ അറിയാം. അത് തന്നെ ബൈബിളിൽ പറയുന്നത്. കാള തൻ്റെ ഉടയവനെ അറിയുന്നു, കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയെ അറിയുന്നു. എൻ്റെ ജനം അറിയുന്നില്ല. ചിലപ്പോൾ നമ്മളെ മൃഗപ്രായനായ മനുഷ്യൻ എന്നൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ ലിമിറ്റഡാണ്. മനുഷ്യൻ്റെ ഫ്രീ വില്ല് ലിമിറ്റഡാണ്. മൃഗങ്ങൾക്കും ചില കാര്യങ്ങളിൽ ഫ്രീ വില്ലുണ്ട്. ഇത് തന്നെയാണ്, മൃഗങ്ങൾക്കൊരു കാര്യത്തിനും ഫ്രീ വില്ലില്ല. മൃഗങ്ങൾക്ക് ഫ്രീ വില്ലുള്ള ഏതെങ്കിലും ഒരു വിഷയം അനിൽക്കുടത്തോട്ടം ഒന്ന് കാണും. ഒരു പട്ടി കാള എന്ന യജമാനെ അറിയുന്നു, അതൊക്കെ ശരിയാണ്. ഒരു പട്ടിക്ക് തീറ്റ കൊടുത്താൽ അതിനെ യജമാനെ എത്ര തല്ലിയാലും എത്ര ഉപദ്രവിച്ചു കഴിഞ്ഞാലും അത് ആ യജമാനോട് നന്ദി കാണിച്ചുകൊണ്ടിരിക്കും. അതതിൻ്റെ ജനിതകപരമായ സ്വാഭാവിക വാസനയാണ്. അത് ഫ്രീ വില്ലല്ല. അതിൻ്റെ നേച്ചർ നിന്ന്, അതിൻ്റെ ജഡത്തിൽ നിന്ന്, അതിൻ്റെ ആ ക്യാരക്ടറിൽ നിന്ന് വരുന്നതാണ്. അതുപോലെയല്ല മനുഷ്യൻ. മനുഷ്യൻ്റെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഉപയോഗിച്ച് സ്വതന്ത്രമായി തീരുമാനമെടുക്കാനും അത് നടപ്പിലാക്കാനും മനുഷ്യന് കഴിയും. എന്നാൽ നമ്മളും പാപത്തിൻ്റെ അടിമയായതുകൊണ്ട് ജഡത്തിൻ്റെ അടിമകളാണ്. എങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും അങ്ങനെയല്ല. മനുഷ്യനെ പൂർണ്ണ ഫ്രീ വില്ലോടുകൂടിയായിരുന്നു ദൈവം സൃഷ്ടിച്ചിരുന്നത്. പാപം ചെയ്യുന്നതിന് മുമ്പ് സ്വന്തം ജ്ഞാനത്തിൽ നിന്നുകൊണ്ട് തീരുമാനമെടുത്ത് അത് നടപ്പിലാക്കാനുള്ള പൂർണ്ണ ശക്തി ദൈവത്തിനുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആദത്തിനുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് തന്നെ ലിമിറ്റഡായ ഫ്രീ വില്ല് മൃഗങ്ങൾക്കുണ്ട്. മൃഗങ്ങളുടെ ഫ്രീ വില്ലും മനുഷ്യൻ്റെ ഫ്രീ വില്ലും കൂടെ ചേർത്ത് വെക്കുകയാണ്. കേൾക്കുമ്പോൾ എന്താണ്? ഒരു മനുഷ്യൻ്റെ ഫ്രീ വില്ലിനേക്കാൾ ഒരു ചെറിയ കുറവേ ഉള്ളൂ മൃഗങ്ങൾക്ക്. ലിമിറ്റഡായ മൃഗങ്ങൾക്ക് ഫ്രീ വില്ല് ഇല്ല എൻ്റെ സഹോദരന്മാരെ. അദ്ദേഹത്തിന് മൃഗങ്ങളുടെ ഫ്രീ വില്ലൊന്ന് തെളിയിക്കാൻ പറ്റുമെങ്കിൽ അദ്ദേഹം വരട്ടെ. എനിക്കത് അറിയാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. എൻ്റെ അറിവനുസരിച്ച് മൃഗങ്ങൾക്ക് ഫ്രീ വില്ല് ഇല്ല. ഫ്രീ വില്ലുള്ളവരല്ല മൃഗങ്ങൾ. അതിന് ബയോളജിക്കലി അതിൻ്റെ വാസനകൾക്കനുസരിച്ച് റിയാക്ട് ചെയ്യുക എന്നതാണ്. അത് നിർബന്ധമായും അത് റിയാക്ട് ചെയ്തിരിക്കും.
ഇപ്പോൾ ഇറച്ചി കഴിക്കുന്ന ചില മൃഗങ്ങളുണ്ട്, അല്ലെങ്കിൽ പശുവൊക്കെ ഉണ്ട്. അതിനെ ആ യജമാനൻ നിരന്തരമായി പരിശീലിപ്പിച്ചെടുക്കുന്നതാണ്. അല്ലാതെ ഒരിക്കലും ഒരു പരിശീലിപ്പിക്കാതെ, ഒരു എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ പരിശീലനമില്ലാതെ ഒരു പശുവിൻ്റെ മുന്നിലേക്ക് മാംസം ഇട്ട് കൊടുക്കുന്ന, എത്ര മരിച്ച് ചാകാൻ ഏത് നിമിഷവും മരിക്കുന്ന അവസ്ഥയിൽ കിടക്കുന്ന പശുവാണേലും ആ മാംസം തിന്നത്തില്ല. കാരണം അതിന് ഫ്രീ വില്ലില്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, എനിവേ നമുക്ക് തുടർന്ന് കേൾക്കാം. എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ട്. വളരെ അതിൻ്റെ ഈ റേഷ്യോ മാറിക്കൊണ്ടിരിക്കും എന്നേ ഉള്ളൂ. പിന്നെ അപ്പോൾ അനിൽക്കുടത്തോടം പറയുന്ന ഒരു മണ്ടത്തരമാണ് നിങ്ങളിവിടെ കേട്ടത്. എന്നെ സംബന്ധിച്ചിടത്തോളം 100% മണ്ടത്തരമാണ്. ബഹുമാനപ്പെട്ട അനിൽക്കുടത്തോടം പാസ്റ്റർ, താങ്കൾ പറഞ്ഞൊരു മണ്ടത്തരമാണ്. മൃഗങ്ങൾക്ക് ഫ്രീ വില്ലില്ല, അത് ലിമിറ്റഡ് ആയിട്ട് പോലുമില്ല. ഫ്രീ വിൽ എന്താണെന്ന് പോലും താങ്കൾക്കറിയില്ല. ഫ്രീ ആയിട്ട് ചിന്തിച്ച് തീരുമാനമെടുത്ത് നടപ്പിലാക്കാനുള്ള കഴിവിനെയാണ് ഫ്രീ വിൽ എന്ന് പറയുന്നത്. മൃഗങ്ങൾ ചിന്തിച്ച് തീരുമാനമെടുക്കുന്നവരല്ല. അവരുടെ വാസനയ്ക്കനുസരിച്ച്, അവരുടെ ജഡത്തിലൂടെ ഉണ്ടാകുന്ന പ്രവണതകൾക്കനുസരിച്ച്, അവരുടെ സ്വഭാവത്തിൻ്റെ റിയാക്ഷനാണ് മൃഗങ്ങളുടെ പ്രവൃത്തി. അല്ലാതെ ആലോചിച്ച് ചിന്തിച്ച് കണക്കുകൂട്ടി എടുക്കുന്നതല്ല. അപ്പോൾ അനിൽക്കുടത്തോടം പാസ്റ്ററിൻ്റെ രണ്ടാമത്തെ വലിയ മണ്ടത്തരം ഞാനിവിടെ തുറന്ന് കേൾപ്പിക്കുകയാണ്. ഇനി ഇത് മണ്ടത്തരം അല്ലെങ്കിൽ അനിൽക്കുടത്തോടം പാസ്റ്റർ തെളിയിക്കാം. അനിൽക്കുടത്തോടം പാസ്റ്റർ തന്നെ തെളിയിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. അനിൽക്കുടത്തോടം പാസ്റ്ററിൻ്റെ ഗുണ്ടകൾക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്കോ വന്ന് മറുപടി തരണം. എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് പരസ്യമായിട്ട് ഞാൻ ഈ വിഷയത്തിൽ മണ്ടത്തരമെന്ന് പറഞ്ഞത് തെറ്റായിപ്പോയെന്നും ഇത് വളരെ ബുദ്ധിപരമായ ഏറ്റവും ഇൻ്റലക്ച്വലായ ഒരു കണ്ടുപിടുത്തമാണെന്നും ഞാൻ പരസ്യമായി പ്രഖ്യാപിക്കുന്നതായിരിക്കും. ഈ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ഇമേജ് അപ്പാടെ പുത്രനിൽ നിന്ന് മനുഷ്യർക്ക്. അപ്പോൾ അവിടെയും പ്രശ്നം വരുന്നു, പുത്രൻ്റെ 2 ഇമേജ് വരുമെന്നാവും. അപ്പോൾ അങ്ങനെ നമ്മൾ സൂക്ഷ്മാംശങ്ങളിൽ പോകുന്നതിനേക്കാൾ എളുപ്പത്തിൽ ഒരു കാര്യം ഗ്രഹിക്കുക. ഈ സ്വർഗത്തിലുള്ളത് എന്നൊരു പ്രയോഗമുണ്ട്, ദൃശ്യമായതും അദൃശ്യമായതും. ഇവിടെ എന്തിനാണ് വചനത്തെ തള്ളിക്കളയുന്നത്? ആ പ്രശ്നം വചനത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദൈവത്തിൻ്റെ ഇമേജാണ് ക്രിസ്തു എന്ന് പറഞ്ഞിരിക്കുന്നു, ക്രിസ്തുവിൻ്റെ ഇമേജാണ് ആദം എന്ന് പറഞ്ഞു. ഇതാണ് വചനം പറഞ്ഞിരിക്കുന്നത്. അതിന് എന്തെങ്കിലും പ്രശ്നം വരും എന്നുള്ളതല്ല, അതിനെ എങ്ങനെ മനസ്സിലാക്കാമെന്നുള്ളതാണ്. അതിന് പകരം ആ പ്രശ്നം വരുമെന്ന് കണ്ടിട്ട് ആ വചനത്തെ തള്ളിയിട്ട് സ്വന്തം തിയോളജി അവതരിപ്പിക്കുമ്പോൾ അതിനെ മണ്ടത്തരം എന്ന് പറയുക. അതുകൊണ്ടാണ് എനിക്ക് മണ്ടത്തരമായിട്ട് തോന്നിയത്. അതുകൊണ്ട് ഈ വചനത്തെ തള്ളരുത്. നമുക്കൊന്നും കൂടെ കേൾക്കാം. പോകുന്നതിനേക്കാൾ എളുപ്പത്തിൽ ഒരു കാര്യം ഗ്രഹിക്കുക. ഈ സ്വർഗത്തിലുള്ളത് എന്നൊരു പ്രയോഗമുണ്ട്, പുത്രനും ഇമേജ് അപ്പാടെ പുത്രനിൽ നിന്ന് മനുഷ്യർക്ക്. അപ്പോൾ അവിടെയും പ്രശ്നം വരുന്നു, പുത്രൻ്റെ 2 ഇമേജ് വരുമെന്നാവും. അവിടുത്തെ പ്രശ്നമൊന്നുമില്ല, ഇത് ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നതാണ്. പിതാവിൻ്റെ നമുക്കതൊന്ന് റെഫർ ചെയ്ത് പോകുന്നതല്ലേ നല്ലത്. അപ്പം നമുക്ക് ഇതിലേക്ക് പോവാം. നിങ്ങൾ കേൾക്കുക. ഇത് ഉൽപ്പത്തി പുസ്തകം ജെനീസിസ് 1:26 ഇൻ്റർലീനിയറാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഇതിനകത്ത് പറഞ്ഞ് അവർ ദ ഫിഷ് ലെറ്റ് ദം റൂൾ അക്കോർഡിംഗ് ടു അവർ ലൈക്ക്നെസ് ഇൻ അവർ ഇമേജ്. അവർ ഇമേജ്, ദൈവത്തിൻ്റെ ഇമേജിൽ മേൻ ലെറ്റസ് മേക്ക് ഗോഡ് ആൻഡ് സെഡ് അറ്റ് ക്രീപ്പിംഗ് തിങ് ആൻഡ് ഓർ എവരി the earth and overall the livestock of all air and over the birds in the sea. അപ്പം ഉൽപ്പത്തി പുസ്തകം 6:26 അവർ ഇമേജ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ ഇമേജിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നതാണ് ഉപയോഗിക്കുന്നത്. ഞാനിനി അതിൻ്റെ സ്ട്രോങ്ങിലേക്ക് പോയാൽ നിങ്ങൾ 6754 പഴയ നിയമത്തിൽ 17 സ്ഥലത്ത് ഉപയോഗിച്ചിരിക്കുന്നതിൻ്റെ സ്ക്രീൻഷോട്ടാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇനി റോമൻ 5:14 ആണ് ഈ ആദത്തെ ദൈവത്തിൻ്റെ ഇമേജിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പറയുന്നത്. അതിനുപയോഗിക്കുന്നത് ടൂത്തോസ് എന്ന വേർഡാണ്. അത് എ ടൈപ്പ് എന്ന മീനിങ്ങാണ്. എ ടൈപ്പ് എന്ന മീനിങ്ങാണ് വന്നിരിക്കുന്നത്. അപ്പം ക്രിസ്തുവിൻ്റെ ടൈപ്പിലാണ് ആദത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരേ തരം എന്നുള്ള അർത്ഥത്തിൽ പറയാം. ഇതിലേതാണ് ഈ ടൈപ്പ്? ഇമേജ് എന്നുള്ള അർത്ഥമല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അനിൽക്കുടത്തോടം പറയാണ്
അൽക്കുടത്തോടെ എന്ത് ചെയ്തു? ഈ ടൈപ്പിന് പകരം ഇമേജ് എടുത്തിട്ട് അവിടെ വെച്ചു. എന്നാണ് ക്രിസ്തുവിന് സ്വർഗത്തിൽ ആദത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഒരു ശരീരമുണ്ട്. അത് തൊടാനും പിടിക്കാനും ഒക്കെ പറ്റുന്ന, ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്വർഗീയ ശരീരം, നമ്മുടെ ശരീരം പോലെയല്ല, ഒരു സ്വർഗീയ ശരീരമുണ്ട്. ആ ശരീരത്തിൻ്റെ ഇമേജിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നാണ് ആര് പറയുന്നത്? അൽക്കുടത്തോളം പറയുന്നത്. എന്നാൽ ഇവിടെ ടൈപ്പ് പോലെ സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ക്രിസ്തുവിനെ പോലെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ രണ്ട് ഓപ്ഷനാണുള്ളത്. ക്രിസ്തുവിനെ ചിന്തിക്കാനും മനസ്സിലാക്കാനും ഒക്കെ കഴിവുണ്ട് വചനമാകുന്ന ദൈവത്തിന്. ആ അർത്ഥത്തിൽ മനുഷ്യനും ചിന്തിക്കാനും ഒക്കെയുള്ള കഴിവ് ലൈക്നെസ് നൽകിയിട്ട് സൃഷ്ടിച്ചു എന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ ഇമേജ് ആയിട്ട് സൃഷ്ടിച്ചു എന്ന് വെച്ചാൽ ഇമേജ് ആയിട്ട് സൃഷ്ടിച്ചു എന്ന് പറയേണ്ടി വരും. ഇതിലേതാണ് ലോജിക്കലി കറക്റ്റ്? ഇനി കൊളോസസ് 1:15 ഹീസ് ഇമേജ് ഓഫ് ദ ഗോഡ് ഇൻവിസിബിൾ ഫസ്റ്റ് ബേൺ ഓൾ ഓവർ ദ ക്രിയേഷൻ. ഇൻ്റർലീനിയർ കൊളോസ് 1:15 ഞാൻ വായിക്കുന്നത്. ദ ഇമേജ് ഓഫ് ദ ഗോഡ്. അപ്പോൾ ഒരു സ്ഥലത്ത് ദൈവത്തിൻ്റെ ഇമേജിലാണ് ആരെ സൃഷ്ടിച്ചിരിക്കുന്നത്? മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ജെനിസിസ് 1:26 പറയുന്നു. അത് കൊളോസസിൽ യേശു ക്രിസ്തുവിനെ ദൈവത്തിൻ്റെ ഇമേജിലാണ് സൃഷ്ടിച്ചിരുന്നു പറയുന്നു. എന്നാൽ റോമ 5:14 വരുവാനുള്ളവൻ്റെ പ്രതിരൂപം എന്ന് ഉപയോഗിച്ചിരിക്കുന്നു. അവിടെ ടൈപ്പ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഡിഫറൻസ് പറയുമ്പോൾ ക്രിസ്തു ദൈവത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ഇമേജ് ആണെന്ന് പറയുകയും മനുഷ്യൻ ആ ഇമേജിൻ്റെ ടൈപ്പ് മാത്രമാണെന്ന് പറയുകയും ചെയ്യുമ്പോൾ അൽക്കുടത്തോളം പറയുന്നത് നേരെ തിരിച്ചാണ്. ദൈവത്തിൻ്റെ ടൈപ്പാണ് ക്രിസ്തു എന്നാണോ പറയുന്നത്? എനിക്കറിയില്ല. അപ്പോൾ ഇവിടെ ബൈബിൾ പറയുന്നത് ടൈപ്പ്, യേശു ക്രിസ്തുവിൻ്റെ ടൈപ്പ്. എന്ത് ടൈപ്പിന്, എന്ത് തരം, യേശുവിനെ പോലെ, യേശു ആയിരിക്കുന്നത് പോലെ എന്നുള്ള അർത്ഥമാണ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ വരിക. അപ്പോൾ ഇവിടെ കൂടുതൽ ദൈവത്തോട് വരുവാനുള്ളവൻ്റെ പ്രതിരൂപമാണ് സൃഷ്ടികൾക്കുമുള്ള ആദിജാതൻ എന്ന് പറയുമ്പോൾ വചനമാകുന്ന ദൈവം എന്നാണ് അതിൻ്റെ അർത്ഥം. അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപമാണെന്ന് പറഞ്ഞാൽ ഹോളി ട്രിനിറ്റിയിലെ വചനമാകുന്ന ദൈവം, ദൈവപുത്രനായ ആദിജാതനായ വചനമാകുന്ന ദൈവം ദൈവത്തിൻ്റെ പ്രതിരൂപം തന്നെയാണ്. ആ കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. ആ ക്രിസ്തുവിനെ നോക്കിയിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്, ദൈവത്തിൻ്റെ ഇമേജ് സൃഷ്ടിച്ചിരിക്കുന്നത് പറഞ്ഞാൽ അവിടെ നമുക്ക് പ്രശ്നമില്ല. കാരണം ദൈവത്തിനുള്ള എന്തുണ്ട്? ചിന്തിക്കാനുള്ള കഴിവ്, മനസ്സിലാക്കാനുള്ള കഴിവ്, ഇങ്ങനെയുള്ള കഴിവുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ആ ഒരു കഴിവുകൾ പരിമിതമായ അളവിൽ മനുഷ്യന് നൽകിക്കൊണ്ട് സൃഷ്ടിച്ചതുകൊണ്ടാണ് ദൈവത്തെ പോലെയാണ്, ദൈവത്തിന് ലൈറ്റ്നെസ് എന്നൊക്കെ പറയുന്നത്. ഞാനിതിന് എക്സ്പ്ലനേഷൻ തന്നിരുന്നു, വേണം നിങ്ങൾക്ക് ഒന്നും കൂടെ ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറയാം അതിനെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അനിൽക്കൊടുത്തോട്ടം പ്രിയമുള്ളവരെ വീണ്ടും കുഴിയിലേക്ക് ചാടുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. നമുക്ക് തുടർന്ന് കേൾക്കാം. പരിശുദ്ധാത്മാവിൻ്റെയും ഇമേജ് അപ്പാടെ പുത്രനിൽ നിന്ന് മനുഷ്യർക്ക്. അപ്പോൾ അവിടെയും പ്രശ്നം വരുന്നു, പുത്രൻ്റെ 2 ഇമേജ് വരുമെന്നാവും. ഇല്ല പ്രിയം. അപ്പം അങ്ങനെ നമ്മൾ സൂക്ഷ്മാംശങ്ങളിൽ പോകുന്നതിനേക്കാൾ എളുപ്പത്തിൽ ഒരു കാര്യം ഗ്രഹിക്കുക. പ്രിയമുള്ളവർ, ഇവിടെ യാതൊരു പ്രശ്നവുമില്ല. എന്താണ്? ഉൽപ്പത്തി പുസ്തകം 1:26 പറയുന്ന ദൈവത്തിൻ്റെ ഇമേജിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചെന്ന് പറയുമ്പോൾ ആ ഇമേജ് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയ പ്രശ്നമൊന്നുമില്ല. ES തോമസ് ഒക്കെ പറഞ്ഞ പോലെ, ഞങ്ങളൊക്കെ പറയുന്നത് പോലെ മനുഷ്യനെ ചിന്തിക്കാനുള്ള കഴിവുണ്ട്, ഫ്രീ വില്ലുണ്ട്, ദൈവത്തിന് നമുക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്, നമുക്ക് കാണാനുള്ള കഴിവുണ്ട്. ഇതൊക്കെ നമുക്ക് ലിമിറ്റഡ് ആയിട്ടാണെങ്കിൽ ദൈവത്തിന് അതിൻ്റെ പൂർണ്ണതയിലുണ്ട്. ആ ക്വാളിറ്റികൾ തന്നെ മനുഷ്യന് തന്നതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ഇമേജിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചെന്ന് പറയുക. അപ്പം വരുവാനുള്ളവൻ്റെ പ്രതിരൂപമാണ് നമ്മളെന്ന് പറയുമ്പോഴും വചനമാകുന്ന ദൈവത്തിൻ്റെ ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വചനമാകുന്ന ദൈവത്തിൻ്റെ ഹോളി ട്രിനിറ്റിയുടെ അതേ ക്വാളിറ്റി നമുക്കുണ്ട് ഉള്ളവരാണ് എന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നു. വരുവാനുള്ളവൻ്റെ പ്രതിരൂപമാണ് ആദത്തെ സൃഷ്ടിച്ചതെന്ന് പറഞ്ഞാലും പ്രശ്നമില്ല. അപ്പോൾ അത് രണ്ടും ഓക്കെ ആയി. ഇനി യേശു ക്രിസ്തു വരുവാനുള്ളവൻ്റെ പ്രതിരൂപമാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രതിരൂപമാണെന്നാലും പ്രശ്നമില്ല. കാരണം ആദവും ദൈവത്തിൻ്റെ പ്രതിരൂപമാണ്. ആ പുതിയ മനുഷ്യനായി വന്ന യേശു ക്രിസ്തു, പുതിയ ആദമായി വന്ന യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പ്രതിരൂപമാണ്. അപ്പോൾ ഇതൊരു തിയോളജിക്കൽ പ്രശ്നമേ അല്ല, ഇത് കറക്റ്റായി അണ്ടർസ്റ്റാൻഡിങ്ങാണ്. എന്നാൽ അനിൽക്കൊടുത്തോളം പറയുന്ന പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നം വരും. കാരണം അനിൽക്കൊടുത്തോളം പറയുന്നത് ഹോളി ട്രിനിറ്റിയിൽ വചനമാകുന്ന ദൈവം മനുഷ്യ ശരീരത്തോട്, സ്വർഗീയമായ മനുഷ്യ ശരീരത്തോടും മനുഷ്യാത്മാവിനും കൂടെ തൊടുവാനും സ്പർശിക്കുവാനും ഒക്കെ കഴിയുന്ന രീതിയിലുള്ള ഒരു മനുഷ്യത്വത്തിൽ സ്വർഗത്തിലിരിക്കുന്നു. ആ മനുഷ്യത്വത്തെ നോക്കിയാണ് ആദത്തെ സൃഷ്ടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനത്തിലെ വചനം പ്രശ്നം വരും. യേശു ക്രിസ്തു ദൈവത്തിൻ്റെ ഇമേജാണ് എന്ന് പറയുമ്പോൾ ഇമേജ് ഇവിടെ ടൈപ്പ് എന്നാണ്. റോമ 5:14 ടൈപ്പ് എന്നാണ് പറയുന്നത്. ടൈപ്പാണ്, ഏകദേശം ഒരു ഗ്രൂപ്പിൽപ്പെട്ട ആളാണ് എന്നാ പറയുന്നത്. മറ്റേത് ഇമേജ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ ഇമേജ് ആണെന്നും ദൈവത്തിൻ്റെ ഇമേജിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചെന്ന് ഉൽപ്പത്തി 6:1-26 പറയുമ്പോൾ റോമ 1:14 എടുത്ത് ടൈപ്പാണെന്ന് പറയുന്ന ഒരു ആശയം വെച്ചിട്ട് ഈ ടൈപ്പിനെ ന്യായീകരിക്കാൻ ഒരു യേശു ക്രിസ്തുവിന് ഒരു ശരീരം, ആദത്തെ സൃഷ്ടിക്കുന്ന ഒരു ശരീരവും മനുഷ്യാത്മാവും മനുഷ്യ ശരീരവും ഒക്കെ സ്ഥാപിച്ചു കൊടുത്ത് അതിനെ നോക്കിയിട്ടാണ് സൃഷ്ടിച്ചെന്നൊക്കെ പറയുമ്പോൾ ഇതിനെ മണ്ടത്തരം എന്നല്ലാതെ എന്താണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ? അൽക്കുടത്തോളം ഭാഷണം നിങ്ങൾ തന്നെ പറ. ഇത് വേറെ എക്സ്പ്ലനേഷൻ ഒന്നും ഇതിനില്ല. അല്ലെങ്കിൽ നിങ്ങൾ അതിന് കൺവിൻസിങ് ആകുന്ന രീതിയിൽ ഇത് പറഞ്ഞു തരണം. ഞാൻ ഏതായാലും ബൈബിളിൽ നിന്ന് മാത്രമാണ് പറഞ്ഞത്, CCC എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇതുപോലത്തെ ഉടായ്പുമായിട്ട് ദയവ് ചെയ്ത് വരരുത്. ഈ സ്വർഗത്തിലുള്ളത് എന്നൊരു പ്രയോഗമുണ്ട്. ദൃശ്യമായതും അദൃശ്യമായതും സ്വർഗത്തിലുള്ളത്. സ്വർഗത്തിലുള്ളത് ദൈവപുത്രനല്ലാതെ ആരും കണ്ടിട്ടില്ലെന്നാണ്. സ്വർഗത്തിൽ കയറി സ്വർഗത്തിൽ നിന്ന് വന്ന ദൈവപുത്രനല്ലാതെ ആരും അറിയത്തില്ല. ഇനി ഞാൻ മുമ്പേ പറഞ്ഞൊരു വചനം, ഇബ്രായലേഖനം 9:22 ന്യായപ്രമാണപ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടും. 24 ആകയാൽ സ്വർഗത്തിലുള്ളവയുടെ പ്രതിബിംബങ്ങളെ ഈ വകയാൽ ശുദ്ധമാക്കുന്നത് ആവശ്യം. അതായത് യാഗപീഠത്തിലെ വസ്തുക്കളെയും സമാഗമനത്തിലെ ഉപകരണങ്ങളെയും ശുദ്ധി ചെയ്യുമ്പോൾ അവ സ്വർഗത്തിലുള്ളവയുടെ പ്രതിബിംബമാണെന്നും ക്രിസ്തു വാസ്തവമായതിൻ്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധി പ്രത്യക്ഷനാകുവാൻ സ്വർഗത്തിലേക്ക് അത്രേ പ്രവേശിച്ചത്. അപ്പം മനുഷ്യനായ ക്രിസ്തു വാസ്തവമായതിൻ്റെ പ്രതിബിംബമായി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതൊക്കെ അദ്ദേഹം താൻ വീണ കുഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അദ്ദേഹം ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ പല പ്രതീകങ്ങളും ജെറുസലേം ദേവാലയത്തിലുള്ള പ്രതീകങ്ങളൊക്കെ സ്വർഗത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലം എന്താണ്? ദൈവം ഇരിക്കുന്ന സ്ഥലമാണ്. അങ്ങനെ ഓരോന്ന്, ബലിപീഠം എന്താണ്? ക്രിസ്തുവിൻ്റെ കാൽവരിയിലെ ബലിയുടെ പ്രതീകമാണ്. അവിടെ ഇരിക്കുന്ന മനോറ, ഇതിനെല്ലാം ഒരു സിംബോളിക് മീനിങ് ഉണ്ട്. സ്വർഗവുമായി ബന്ധപ്പെട്ടൊരു സിംബോളിക് മീനിങ് ഉണ്ട്. അതിൻ്റെ അർത്ഥം അക്ഷരാർത്ഥത്തിൽ അതുപോലെ ഒരു ഒരു ബലിപീഠം സ്വർഗത്തിലുണ്ടെന്നാണോ? അതിൻ്റെ അകത്ത് അക്ഷരാർത്ഥത്തിൽ ഒരു അതിവിശുദ്ധ സ്ഥലം, ഒരു വാഗ്ദാന പേടകവും സ്വർഗീയ വാഗ്ദാന പേടകവും സ്വർഗത്തിൽ ഇരിപ്പുണ്ടെന്നാണോ? സ്വർഗീയ വാഗ്ദാന പേടകം ഏതാണ്? ബലിപീഠം, സ്വർഗത്തിൽ ഒരു കാൽവരി മലയും ഒക്കെ ഉണ്ടെന്നാണ്, അല്ലെ ബലി കഴിക്കുന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ താൻ വീണ കുഴിയിൽ നിന്ന് കയറാൻ വേണ്ടി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ പറയുന്നതോ, അല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെ വളരെ ലിറ്ററലി ബൈബിളിനെ സമീപിച്ചുകൊണ്ട് വലിയ അബദ്ധങ്ങൾ പറയുന്നതാണോ എനിക്കറിയില്ല. അത് അദ്ദേഹമാണ് പറയേണ്ടത്. അപ്പം ചില സിംബലുകൾ ദൈവം മോശയിലൂടെ യഹൂദർക്ക് നൽകുമ്പോൾ അതൊക്കെ സ്വർഗത്തിൽ അതേപടി അതിൻ്റെ ഇമേജറി, സ്വർഗീയ ഇമേജ് അല്ലെങ്കിൽ സ്വർഗീയമായ വാഗ്ദാന പേടകം, സ്വർഗീയമായ അതിവിശുദ്ധ സ്ഥലം, സ്വർഗീയമായ ബലിപീഠമൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിതിനകത്ത് കൂടുതലൊന്നും പറയാനില്ല. അത് അങ്ങനെയൊന്നും അല്ല അതിനെ മനസ്സിലാക്കേണ്ടത്. അത് ഒരുപ്പെട്ട 99.9% ക്രിസ്ത്യാനികളും, നിങ്ങൾ ഇതിൻ്റെയൊക്കെ ബൈബിൾ കമൻട്രി എടുത്ത് വായിച്ചു, ഈ വചനഭാഗങ്ങളിലൊക്കെ ബൈബിൾ കമൻട്രി എടുത്ത് വായിച്ചു, അത് പ്രൊട്ടസ്റ്റൻ്റ് വായിച്ചു, വേണ്ട പെന്തക്കോസുകാർ എഴുതിയത് വായിച്ചു നോക്കൂ. അപ്പം ഈ പ്രതിബിംബം വാസ്തവമായതിൻ്റെതാണ് നമ്മൾ കണ്ടത്, വാസ്തവമായതിൻ്റെ പ്രതിബിംബം. അപ്പോൾ എന്താണ് വാഗ്ദാന പേടകം? സ്വർഗത്തിൽ ഈ ഭൂമിയിലെ ജെറുസലേം ദേവാലയത്തിൽ നിന്ന് വാഗ്ദാന പേടകത്തിൻ എന്ന് പറയുന്നത് സ്വർഗത്തിലിരിക്കുന്ന വാഗ്ദാന പേടകം. ഒരു അക്ഷരാർത്ഥത്തിൽ അതൊരു സ്വർഗീയ വാഗ്ദാന പേടകം അവിടെ ഇരിപ്പുണ്ട്, അതിൻ്റെ പ്രതിബിംബമാണെന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. സ്വർഗത്തിൽ ഭൂമിയിലെ ജെറുസലേം ദേവാലയത്തിൽ ഒരു ബലിപീഠമുണ്ട്, അതിന് തുല്യമായ ഒരു സ്വർഗീയ ബലിപീഠം സ്വർഗത്തിൽ ഇരിപ്പുണ്ടെന്നാണോ ഇരിക്കുന്നതാണോ ഇദ്ദേഹം പറയുന്നതിൻ്റെ അർത്ഥം? അതാണല്ലോ വാസ്തവം. അതിൻ്റെ വാസ്തവമായതിൻ്റെ പ്രതിരൂപമാണല്ലോ ഇവിടെ ഇരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് പാസ്റ്ററിനെ ഒത്തിരി ഇഷ്ടമാണ്, ബഹുമാനമാണ്. പക്ഷേ ഈ രീതിയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യം തുറന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അത്ര എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ തന്നെ ചിന്തിക്കുക. അപ്പോൾ സ്വർഗത്തിലെ ഈ ഉപകരണങ്ങൾ, ഇപ്പം ഇദ്ദേഹം ചോദിച്ചാൽ കണ്ണും മൂക്കും ചെവിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സ്വർഗത്തിലിട്ടിരിക്കുന്ന ചെയർ, അല്ലെങ്കിൽ സമാഗമന ഉടാരത്തിൽ കണ്ട ആ മേശ,
അവിടെ കണ്ട യാഗപീഠം അത് സ്വർഗത്തിരിക്കുന്നത് എങ്ങനെയാണ്? സ്വർഗത്തിലെ സാക്ഷ്യപേടകം എന്ന് 15 ഈ വെളിപ്പാട് 15 കാണും. അപ്പോൾ അവയ്ക്ക് പ്രതിബിംബങ്ങളാണ് ഭൂമിയിലുള്ളത്. വിശുദ്ധ സ്ഥലത്തും ഉണ്ടായിരുന്നത്, അതിപരിശുദ്ധ സ്ഥലത്തും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ പ്രതിബിംബം എന്ന് കാണുന്ന ഇടത്തല്ല. ഇതിനെയാണ് മണ്ടത്തരം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഭൂമിയിലെല്ലാം പ്രതിബിംബങ്ങളാണ്, പക്ഷേ യഥാർത്ഥത്തിലുള്ള സാക്ഷ്യപേടകവും വാഗ്ദാന പേടകവും ബലിപീഠവും ബൈബിളിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും സ്വർഗത്തിലുണ്ട് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ സിംബൽസാണ്, ഐക്കണുകളായിട്ടാണ് എടുക്കേണ്ടത്. യഥാർത്ഥത്തിൽ ബലിപീഠം എന്താണ്? സ്വർഗത്തിൽ ബലിപീഠമൊന്നുമില്ല. ക്രിസ്തുവിൻ്റെ കാൽവരിയിലെ ബലിയുടെ പ്രതീകമാണ്, അത് സ്വർഗീയമാണ്. ആ പ്രതീകമാണ് ജെറുസലേം ദേവാലയത്തിൽ അർപ്പിക്കപ്പെടുന്ന ബലിപീഠം, മൃഗങ്ങളെ അർപ്പിക്കുന്ന ബലിപീഠം. വാഗ്ദാന പേടകം അല്ലെങ്കിൽ വിശുദ്ധ സ്ഥലം, ആ വാഗ്ദാന പേടകം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വർഗം ഇരിക്കുന്ന സ്ഥലം. വാഗ്ദാന പേടകത്തിൻ്റെ മധ്യത്തിലേക്കാണ് യഹോവയുടെ ശെക്കീന ഇറങ്ങി വരുന്നത്. അപ്പം വാഗ്ദാന പേടകം പ്രതിനിധീകരിക്കുന്നത് അതിവിശുദ്ധ സ്ഥലം സ്വർഗത്തെയും അത് പ്രതിനിധീകരിക്കുന്നത് ഈ ദൈവത്തിൻ്റെ സിംഹാസനത്തെയുമാണ് വാഗ്ദാന പേടകം പ്രതിനിധീകരിക്കുന്നത്. ഈ യഥാർത്ഥ വാഗ്ദാന പേടകം സ്വർഗത്തിൽ അതേപോലെ ഒരു വാഗ്ദാന പേടകം കൊണ്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഇത് തന്നെയാണ് അൽക്കുടത്തോളം ഭാഷ ചെയ്യുന്നത്. ഭൂമിയിൽ യേശുക്രിസ്തുവിന് ശരീരവും അല്ലെങ്കിൽ ആദത്തിന് ശരീരവും മറ്റും ഉള്ളതുകൊണ്ട് അതുപോലെ തന്നെയുള്ള ഒരു മനുഷ്യ ശരീരം തൊടാനും പിടിക്കാനും ഒക്കെ പറ്റുന്ന, കേട്ടല്ലോ നിങ്ങൾ ക്ലിപ്പ് കേട്ടല്ലോ, ഉണ്ടെന്നല്ല പറഞ്ഞു, പിടിക്കാനും ഒക്കെ പറ്റുന്ന ഒരു മനുഷ്യ ശരീരവും മനുഷ്യാത്മാവോടും കൂടെ മനുഷ്യനായിട്ട് വചനമാകുന്ന ദൈവം ഇരിക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. അതിനെ വെളുപ്പിക്കുന്നതാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അസിറ്റീസ് ഒരു പിക്ചറെന്നോ അല്ലെങ്കിൽ ബുദ്ധിജ്ഞാനം അറിവെന്നോ അല്ലാത്തൊരു ഘടകം അതുകൊണ്ട്. ഇത് ഒരു കാര്യം പറഞ്ഞു, ഇന്ന് ദൈവത്തോടു കൂടെ പുത്രനോട് കൂടെ മനുഷ്യത്വം ഉണ്ടെന്നാണ് കത്തോലിക്ക സഭയുടെ വിശ്വാസം. അങ്ങനെ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ഇതിലെന്താണ് പ്രശ്നം? പണ്ടും അങ്ങനെ ആയിരുന്നു. ഇതിനകത്ത് പ്രശ്നം എന്താണെന്ന് കഴിഞ്ഞാൽ മനുഷ്യത്വം ഉണ്ട് എന്ന് പറയുമ്പോൾ പണ്ടും അങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞ പ്രശ്നമുണ്ട്. കാരണം മനുഷ്യത്വം ആരംഭിക്കുന്നത് വചനം മാംസമായി ഭൂമിയിൽ അവതരിക്കുന്ന പരിശുദ്ധ കന്യാമറിയത്തിൽ നിന്നാണ്. അത് പോട്ട്. പക്ഷെ അനിൽ കുടത്തോട്ടം പറയുന്നത്, ഞാനിവിടെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് സ്വർഗത്തിലിരിക്കുന്ന യേശുക്രിസ്തുവിന് ഒരു മനുഷ്യ ശരീരവും മനുഷ്യാത്മാവും ഉണ്ട് എന്ന് പറയുമ്പോഴാണ്, ആദത്തെ സൃഷ്ടിക്കുന്നതിനും ഉണ്ടെന്ന് പറയുമ്പോഴാണ്. ഇത് അല്ലസ് നായർ പറഞ്ഞത് സ്വർഗത്തിൽ നിന്ന് രക്തവും മാംസവും വന്നു എന്ന് പറയുന്ന പോലെയാണ്. അതൊന്നാമത്തെ പ്രശ്നം. രണ്ടാമത്, സ്വർഗത്തിൽ ആദത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് വചനമാകുന്ന ദൈവത്തിന് മനുഷ്യത്വമുണ്ട് എന്ന് പറയാനുള്ള വചനം തെളിവ് ചോദിക്കുമ്പോൾ തരുന്ന വചനം ഏതാണ്? നിങ്ങൾ ഈ കണ്ട വചനങ്ങളാണ്. ഈ വചനങ്ങൾ ഞങ്ങൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന രീതി നിങ്ങൾ കണ്ടല്ലോ. ഞങ്ങൾ ഈ വചനത്തെ മനസ്സിലാക്കുന്ന രീതി നിങ്ങൾ കണ്ടല്ലോ. അപ്പം അനിൽക്കുടത്തോളം പറയുന്ന രീതിയിൽ യേശുക്രിസ്തുവിന് വചനമാകുന്ന ദൈവത്തിന് ഒരു മനുഷ്യ ശരീരം, സ്വർഗീയ മനുഷ്യ ശരീരവും മനുഷ്യാത്മാവും ആദത്തെ സൃഷ്ടിക്കുമെന്ന് ഉണ്ടാകുന്നു എന്ന് പറയാനായിട്ട് അദ്ദേഹം എടുത്തിരിക്കുന്ന റോമ 5:14 എഫെസസിലൊക്കെയുള്ള വചനങ്ങളാണ്. ആ വചനങ്ങൾ അതേ അളവുകോൽ എടുത്ത് നമ്മൾ 2 കൊറിന്ത്യസ് 4:4 കൊളോസോസ് 1:15 എടുത്തു കഴിഞ്ഞാൽ വരുന്ന ഒരു വലിയ തിയോളജിക്കൽ ക്വസ്റ്റ്യൻ, ഒരു ലോജിക്കൽ ക്വസ്റ്റ്യനാണ് ഞാൻ അദ്ദേഹത്തിന് മുന്നിൽ വെച്ചത്. അപ്പോൾ അത് ബൈബിളിൽ നിന്നല്ല, ഇദ്ദേഹം ഇതുപോലത്തെ മണ്ടത്തരം പറഞ്ഞ ബൈബിളിൽ നിന്ന്. ഞങ്ങൾ അതേ ബൈബിളിൽ നിന്ന് ഈ മണ്ടത്തരത്തിൻ്റെ പ്രോബ്ലം ചോദിക്കുമ്പോൾ ഞങ്ങൾ മണ്ടന്മാരും അദ്ദേഹം വലിയ ബുദ്ധിമാന്മാരും. ഇതെന്ത് ലോജിക്കാണ് അൽക്കുടത്തോളം പാസ്റ്ററെ? താങ്കളെക്കുറിച്ചൊക്കെ ഞാൻ ഒന്നും പറയുന്നില്ല, കാരണം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ താങ്കളത് തിരുത്തും, താങ്കളെ തെറ്റും മനസ്സിലാക്കുമെന്ന് താങ്കൾ പരസ്യമായിട്ടൊന്നും പറയണ്ട, പക്ഷേ താങ്കൾ ഇതിൻ്റെ ലോജിക്കൽ പ്രോബ്ലം മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നു എന്ന് പറയുന്നതിലെ അപകടം എന്താണ്? ഇതിനെ അപേക്ഷിച്ച് അതിനുള്ള അപകടം എന്താണ്? അപ്പോൾ കാലാതീതനായ ദൈവത്തിന് അങ്ങനെ ഒന്നാമത്തെ അപകടം അങ്ങനെ ബൈബിളിൽ പറഞ്ഞിട്ടില്ല. ഒന്നാമത്തെ അപകടം, യേശുക്രിസ്തുവിന് മനുഷ്യ ശരീരവും മനുഷ്യാത്മാവും സ്വർഗത്തിലുണ്ട്, ഒരു സ്വർഗീയ ശരീരവുമുണ്ട്, അത് ഏത് തരത്തിലുണ്ടെന്ന് പറഞ്ഞിട്ട് അതിനെ നോക്കിയാണ് ആദത്തെ സൃഷ്ടിച്ചതെന്ന് പറഞ്ഞാൽ ദൈവത്തിനും ഒരു ശരീരവും ഉണ്ട് എന്ന് പറയേണ്ടി വരും. കാരണം യേശുക്രിസ്തു ദൈവത്തിൻ്റെ ഇമേജാണെന്ന് പറയുന്നു. ആ ദൈവത്തിൻ്റെ ഇമേജ് ആണെങ്കിൽ ആ യേശുക്രിസ്തുവിൻ്റെ ഇമേജാണ് അല്ലെങ്കിൽ ടൈപ്പാണ് ആദമെന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവും
ആദവും ഒരേ ടൈപ്പ്. അപ്പം യേശുക്രിസ്തു ദൈവത്തിന് ഇമേജും കൂടെ ആണെങ്കിൽ ദൈവവും യേശുക്രിസ്തുവും ആദവും ഒരേ ടൈപ്പ് എന്ന് വരും. പറയുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ആ ടൈപ്പ്നെസ് എന്താണ്, ലൈറ്റ്നെസ് എന്താണെന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന് ചിന്തിക്കാൻ കഴിവുണ്ട്, മനുഷ്യന് ചിന്തിക്കാൻ കഴിവും. ദൈവത്തിന് ഫ്രീ വില്ലുണ്ട്, മനുഷ്യന് ഫ്രീ വില്ലുണ്ട്. ദൈവത്തിന് കേൾക്കാൻ കഴിയും, മനുഷ്യന് കേൾക്കാൻ കഴിയും. ഈ ദൈവത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്കാണ് ഈ ടൈപ്പ്നെസ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. അത് അതിൻ്റെ ഫിസിക്കൽ അല്ലെങ്കിൽ അതിൻ്റെ ആ സത്തയാണ്, ശരീരമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മണ്ടത്തരമായി മാറും. ഇത്രേ ഉള്ളൂ. ഇന്നുകൂടെ മുമ്പും മുമ്പും ഒരുപോലെ ഇരുന്നുകൂടെ അതിൽ നിന്ന് വന്നൊരു കാര്യം, ജയത്തിൻ്റെ ചിഹ്നം കൂടി പുത്രനാണിയെന്ന്. ജയചിഹ്നമാണ് മുറിവ്. കാരണം ചെന്നായ്ക്കളുടെ മടയിൽ പോയ ഒരാടും തിരിച്ചു വന്ന ചരിത്രമില്ല, അവ കടിച്ചുകൂടെ. പക്ഷെ അവയെ ആക്രമിച്ച് ജയമെടുത്ത മുറിവ് അവൻ്റെ ശരീരത്തിലുണ്ട്. ബാക്കിയെല്ലാം മുമ്പുള്ള പോലെ ഇന്നും ഇരുന്നു എന്ന് പറയുന്നതും, ഇന്ന് ട്രിനിറ്റിയോടുകൂടെ ട്രിനിറ്റിയിലെ പുത്രനോടുകൂടെ ദൈവത്വം എന്നവണ്ണം മനുഷ്യത്വം ഇൻസെപ്പറബിളായി നിലനിൽക്കുന്നു എന്ന് പറയുന്ന പോലെ തന്നെയാണ് അന്നും ഉള്ളത്. ഇത് എൻ്റെ ഒരു വാദമാണ് കേട്ടോ. അപ്പം ഇത് താങ്കളുടെ വാദമാണ്. ബൈബിളിൽ നിന്ന് താങ്കൾ കാണിച്ചാൽ മതി. താങ്കൾ ഞങ്ങൾക്കെതിരെ നിരന്തരമായി ആരോപിക്കുന്നത്, അയൽക്കൂടത്തോളം പാസ്റ്റർ ഞങ്ങൾ ബൈബിളിൽ നിന്നല്ല പറയുന്നത്, ഞങ്ങൾ തെറ്റു പറയുന്നു. കേട്ടോളൂ, ഞാനിവിടെ ബൈബിളിൽ നിന്നല്ലാതെ ഒരു കാര്യവും താങ്കളോട് പറഞ്ഞിട്ടില്ല. തിരുവചനത്തിൻ്റെ വെളിച്ചത്തിലല്ലാതെ ഒരു കാര്യം. ഞാൻ ആകെ തിരുവചനത്തിൽ തെളിവുള്ള യേശുവിൻ്റെ മൗതിക ശരീരം, ആ സ്വർഗത്തിലിരിക്കുന്ന ശരീരം എങ്ങനെയാണ് ഉദ്ധാനം ചെയ്തതിന് ശേഷം എങ്ങനെയാണെന്ന് പറയാൻ ഞാൻ CCC നിന്ന് വായിച്ച് കേൾപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ അതല്ലല്ലോ ചോദിച്ചത്. താങ്കളും അതുപോലെ തന്നെയാണ് വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. അപ്പം താങ്കൾ പറയുകയാണ് ഞങ്ങൾ ബൈബിളിൽ നിന്നല്ല പറയുന്നത്. കേട്ടോളൂ. അതേപോലെ ഈ കാറ്റക്കിസത്തിൻ്റെ നിലപാടാണ് പറയുന്നത്. അത് കൊള്ളാം, അങ്ങനെ പറയാം. അത് ബിബ്ലിക്കൽ അല്ല ഈ പറയും. അപ്പോൾ ബൈബിൾ എന്ന് പറയുന്ന ഞാൻ പറഞ്ഞാൽ അത് മണ്ടത്തരം എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് കാറ്റക്കിസം അതിൻ്റെ മീതെ പ്രതിഷ്ഠിക്കുന്ന, അത് അങ്ങനെ പറഞ്ഞെങ്കിലേ ആ ഡോക്ടറിന് നിലനിൽപ്പുള്ളൂ. കാറ്റക്കിസം, ഒരു കാറ്റക്കിസവും ഞാൻ ഈ ചോദ്യത്തിൽ പറഞ്ഞില്ല. നിങ്ങൾ പല വീഡിയോ നോക്കുക. ഇതാണ് കള്ളത്തരം എന്ന് പറയുന്നത്. അയൽക്കൂടത്തോട് ശാസ്ത്രം താങ്കൾ ഇതുപോലെ അതപ്പതിച്ചു പോകുന്നതിൽ എനിക്ക് വളരെ ദുഃഖമുണ്ട്. കാരണം താങ്കളെക്കുറിച്ച് എനിക്ക് കുറേയും കൂടെ പ്രതീക്ഷയുണ്ടായിരുന്നു. ഇനിവേ എൻ്റെ വാക്കുകളെ മിതപ്പെടുത്താൻ ഞാൻ അതിയായി ആഗ്രഹിക്കുകയാണ്. താങ്കളുടെ തെറ്റ് മനസ്സിലാക്കുമെന്ന് കരുതുന്നു. എൻ്റെ ചോദ്യത്തിന് താങ്കൾ വ്യക്തമായ ഒരു മറുപടി തരും എന്ന് ഞാൻ കരുതുന്നു. ഞാൻ അവഗണിച്ച് കളയുകയാണെങ്കിൽ താങ്കൾ കളഞ്ഞോളൂ. താങ്കൾ പറഞ്ഞ ഓരോ കാര്യത്തെയും ഞാൻ അഡ്രസ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞങ്ങൾ ES തോമസും ഞാനുമൊക്കെ ഞങ്ങളൊക്കെ എടുക്കുന്ന നിലപാടെടുത്താൽ ഈ വചനങ്ങൾക്കൊന്നും ഒരു തിയോളജിക്കൽ പ്രോബ്ലമില്ല, അത് കറക്റ്റാണ്. എന്നാൽ അയൽക്കൂടത്തോട് പാസ്റ്റർ എടുക്കുന്ന രീതി എടുത്തു കഴിഞ്ഞാൽ ഇത് വചനത്തെ കണ്ടില്ല എന്ന് നടിക്കേണ്ടി വരും, മണ്ടത്തരങ്ങൾ പറയേണ്ടി വരും, ദൈവത്തിന് ശരീരമുണ്ടെന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ ഇത് ലോജിക്കലി ഓക്കെ ആകത്തില്ല. പക്ഷെ ചുമ്മാ ഇങ്ങനെ ഞാൻ പറയുന്നതെല്ലാം ബൈബിളിലാണെന്ന് പറഞ്ഞാൽ കാര്യമൊന്നുമില്ല. അവ കടിച്ചുകൂടെ. പക്ഷെ അവയെ ആക്രമിച്ച് ജയമെടുത്ത മുറിവ് അവൻ്റെ ശരീരത്തിലുണ്ട്. ബാക്കിയെല്ലാം മുമ്പുള്ള പോലെ ഇന്നും ഇരുന്നു എന്ന് പറയുന്നതും, ഇന്ന് ട്രിനിറ്റിയോടുകൂടെ ട്രിനിറ്റിയിലെ പുത്രനോടുകൂടെ ദൈവത്വം എന്നവണ്ണം മനുഷ്യത്വം ഇൻസെപ്പറബിളായി നിലനിൽക്കുന്നു എന്ന് പറയുന്ന പോലെ തന്നെയാണ് അന്നും ഉള്ളത്. ഇത് എൻ്റെ ഒരു വാദമാണ് കേട്ടോ. ഇപ്പം എൻ്റെ വാദത്തിന് സഫീഷ്യൻ്റായ വേർഡ്സും വസ്തുതയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഈ സഫീഷ്യൻ്റായ സ്വന്തം വാദം എടുത്ത് ഉണ്ടാക്കിയിട്ട് അതിന് സഫീഷ്യൻ്റായ വേർഡ്സ് ഓക്കെ ആണോ എന്നുള്ളതിനാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഇത് സഫീഷ്യൻ്റ് അല്ല. താങ്കൾ വെച്ചിരിക്കുന്ന വാദം അതേപടി ആ വചനത്തിൻ്റെ മേൽ ആരോപിച്ചാൽ വരുന്ന ലോജിക്കൽ പ്രോബ്ലമാണ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഈ ഒരു ആദത്തെ പോലെ ശരീരമുണ്ടെന്ന് പറയേണ്ടി വരും. കാരണം യേശുക്രിസ്തുവിനെ പോലെയാണ് എന്തെങ്കിലും വചനമാകുന്ന ദൈവം, യേശുക്രിസ്തു വരുവാനുള്ളവൻ ദൈവത്തിൻ്റെ ഇമേജ് ആണെന്നാണ് പറയുന്നത്. മറ്റൊരു സ്ഥലത്ത് പറയുന്നു ആദം ദൈവത്തിൻ്റെ ഇമേജ് ആണെന്ന് പറയുന്നു. അപ്പം താങ്കൾ എടുക്കുന്ന ഇമേജ് ഒരു ശരീരം, ഒരു സ്വർഗീയ ശരീരമുണ്ട്, അല്ലെങ്കിൽ ഉദ്ധിതരായ ക്രിസ്തു ഇന്ന് സ്വർഗത്തിൽ മനുഷ്യ ശരീരത്തോടു കൂടി ഇരിക്കുന്നത് പോലെ ആണ് എന്ന് പറഞ്ഞാൽ, സ്വർഗത്തിൽ പണ്ടേ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ലോജിക്കൽ പ്രോബ്ലം, ബിബ്ലിക്കൽ പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ താങ്കളെ ഒരു പോയിന്റ് എടുത്തിട്ട് അതിനു വേണ്ടി ബൈബിളിൽ നിന്ന് എവിടെന്നെങ്കിലും ഒരു വചനം എടുത്തു വെച്ചിട്ട് ഞാൻ പറഞ്ഞ ഓക്കെ ആണെന്ന് പറഞ്ഞാൽ പോരാ. അപ്പോൾ അതിന് എതിരായി മറ്റേതെങ്കിലും വചനങ്ങൾ വരുന്നുണ്ടോ എന്ന് താങ്കൾ പറയണം. അതുകൊണ്ടാണ് ഒരേ സമയം
യേശു ക്രിസ്തു ദൈവത്തിൻ്റെ ഇമേജ് ആണെന്ന് പറയുന്നതും യേശു ക്രിസ്തുവിനെ പോലെയാണ് ആദത്തെ സൃഷ്ടിച്ചെന്ന് പറഞ്ഞ 2 വചനങ്ങൾ ഞാൻ ഒരേപോലെ എടുത്തു വെച്ചത്. അപ്പം പെട്ടില്ലേ? താങ്കൾക്ക് ഉത്തരവില്ലല്ലോ. താങ്കൾ നടന്ന് ഉരുണ്ട് കളിക്കുമല്ലേ? ആ ഉരുണ്ട് കളി ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇനിയും വചനമുണ്ട്. 1 Corinthians chapter 3 verse 18. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ചു അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. ഇവിടെ ആത്മാവിൽ നിന്ന് തേജസ്സാണ് നമുക്ക് പ്രതിബിംബമായിട്ട് ലഭിക്കുന്നത്. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും ഒക്കെ നമുക്ക് ലഭിക്കുന്നത്, പരിശുദ്ധന്മാരിൽ നിന്നും ഒക്കെ ലഭിക്കുന്ന ഘടകങ്ങളുണ്ട്. അതിൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആ ശക്തി ദൈവത്തിൻ്റെ കൃപയല്ലേ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. പക്ഷെ നമുക്ക് ഇമേജ് എന്ന് പറയുന്ന ദൃശ്യവൽക്കരിക്കപ്പെട്ട ഈ രൂപത്തിൻ്റെ പിന്നിൽ അത് ക്രിസ്തുവിനെ നോക്കി സൃഷ്ടിച്ചതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അത് ക്രിസ്തുവിൽ നിന്നാണ്, ക്രിസ്തുവിലാണ് ആ മനുഷ്യഭാവം കാണാൻ സാധിച്ചത്. പരിശുദ്ധാത്മാവിലോ പിതാവിലോ പിന്നീട് ഒരിക്കലും ഒരു ഘട്ടത്തിൽ പോലും പിതാവിലും പരിശുദ്ധാത്മാവിൽ നമുക്ക് മനുഷ്യരൂപം ദർശിക്കാൻ കഴിയില്ല. അത് പുത്രനിലും ദൂതന്മാരിലും മാത്രമേ കാണാൻ കഴിയൂ, പിന്നെ മനുഷ്യരിലുമാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, കണ്ടോ, നമ്മുടെ ബഹുമാനപ്പെട്ട അൽക്കോടസ് ആദ്യം ഒരു മണ്ടത്തരം പറഞ്ഞു. ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിന് നിത്യതയുണ്ടെന്ന് പറഞ്ഞു. അത് ആൾക്കാർ ചോദ്യം ചെയ്തപ്പോൾ മനുഷ്യത്വത്തിനൊരു തുടക്കമുണ്ട്, ഉണ്ടായതിനു ശേഷം പിന്നെ നിത്യതയുള്ളെന്ന് പറഞ്ഞു. അത് ഏറെക്കുറെ കറക്റ്റാണ്. അതിനുശേഷം ഇപ്പം ഇദ്ദേഹം പറയുന്നത് കണ്ടോ, ക്രിസ്തുവിനെ നോക്കിയാണ് സൃഷ്ടിച്ചതെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ അദ്ദേഹം തന്നെ ക്രിസ്തുവിന് തൊടാനും പിടിക്കാനും ഒക്കെ പറ്റുന്ന ഒരു ശരീരം ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത് പോലെ ഉദ്ധിതനായ ക്രിസ്തുവിനുള്ളതുപോലെ ഉണ്ട് എന്ന് പറയുന്നു. ആകെ ഒരു വ്യത്യാസം, മുറിവുകളില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഇപ്പം പറയാണ് ക്രിസ്തുവിനെ നോക്കിയാണ് ഞാൻ ഉണ്ടാക്കിയെന്ന് പറയുന്നില്ല എന്ന്. അപ്പോൾ ഇങ്ങനെ പ്ലേറ്റ് മാറി 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 പോകുന്നതുണ്ടോ, നിലപാടുകൾ മാറി 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 പോകുന്നതുണ്ടോ പ്രിയമുള്ളവരെ? നമുക്കൊന്നും കൂടെ കേൾക്കാം, നിങ്ങളത് മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. പക്ഷെ നമുക്ക് ഇമേജ് എന്ന് പറയുന്ന ദൃശ്യവൽക്കരിക്കപ്പെട്ട ഈ രൂപത്തിൻ്റെ പിന്നിൽ അത് ക്രിസ്തുവിനെ നോക്കി സൃഷ്ടിച്ചതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അത് ക്രിസ്തുവിൽ നിന്നാണ്, ക്രിസ്തുവിലാണ് ആ മനുഷ്യഭാവം കാണാൻ സാധിക്കും. ഇപ്പം മനുഷ്യഭാവമായി അൽക്കൊടുത്തോളം ഭാഷ മനുഷ്യഭാവം മാത്രമല്ല, ഈ സൃഷ്ടപ്രപഞ്ചം മുഴുവൻ അവനിലാണ് നിലനിൽക്കുന്നത്. എല്ലാത്തിൻ്റെ ഡിസൈൻ, എല്ലാത്തിൻ്റെയും ഇമേജ് സോഫ്റ്റ്വെയർ രൂപത്തിൽ വചനമാകുന്ന ദൈവത്തിലുണ്ട്. താങ്കളുടെയുണ്ട്, എൻ്റെയുണ്ട്, ഈ ഫോണിൻ്റെ ഉണ്ട്, ഇവിടെയുള്ള ഒരു ബാക്ടീരിയയുടെ ഉണ്ട്, വൈറസിൻ്റെ ഉണ്ട്. 2000 വർഷങ്ങൾക്ക് ശേഷം ഒരു മനുഷ്യൻ ചെയ്യും അവൻ്റെ ഉണ്ട്, ഒരു ആനുജം ഉണ്ട്. അങ്ങനെയാണ് താങ്കൾ പറയുന്നതെങ്കിൽ ഞങ്ങൾക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. താങ്കൾ അങ്ങനെയല്ല പറഞ്ഞത്. ക്രിസ്തു എന്ന ഇമേജിനെ നോക്കി, അല്ലെങ്കിൽ ക്രിസ്തു എന്ന ഇമേജിനെ എന്താണ് ആ വചനം എന്താ പറയുന്നത്? ആദം വരുവാനവൻ്റെ പ്രതിരൂപമാണ്. അപ്പോൾ എന്താണ്? ഒരു രൂപം അവിടെ ഉണ്ട്, റിയലായ യഥാർത്ഥ രൂപമുണ്ട്. താങ്കൾ ആദ്യം പറഞ്ഞല്ലോ സ്വർഗത്തിൽ യഥാർത്ഥമായിട്ട് ഉൾപ്പുണ്ട്, അതിൻ്റെ രൂപമാണ് ആദം എന്നാണ് പറഞ്ഞത്. ഇപ്പം താങ്കൾ തന്നെ അത് ഭാവമാണെന്നൊക്കെ മാറ്റുന്നത്. താങ്കളുടെ കൂടത്തിരിക്കുന്ന വളരെ പാവപ്പെട്ടവരായ മനുഷ്യരെ താങ്കൾക്ക് പറ്റിക്കാൻ പറ്റുമായിരിക്കും. ഞങ്ങളെ ഇതുപോലത്തെ തിയോളജിക്കൽ ബ്ലണ്ടറുകൾ പറഞ്ഞിട്ട് വചനം വെച്ച് പറ്റിക്കാനൊന്നും പറ്റില്ല എന്ന് കൊടുത്തോണം പാസ്റ്റർ. താങ്കളോട് ഇങ്ങനെയൊക്കെ പറയേണ്ട വരുന്നതിൽ എനിക്ക് വളരെ വിഷമമുണ്ട്. പരിശുദ്ധാത്മാവിലോ പിതാവിലോ പിന്നീട് ഒരിക്കലും ഒരു ഘട്ടത്തിൽ പോലും പിതാവിലും പരിശുദ്ധാത്മാവിൽ നമുക്ക് മനുഷ്യരൂപം ദർശിക്കാൻ കഴിയില്ല. അത് പുത്രനിലും ദൂതന്മാരിലും. അപ്പം മനുഷ്യരൂപം എന്ന് പറഞ്ഞാൽ മനുഷ്യഭാവം എന്നാണ് കേട്ടോ. പക്ഷെ പുത്രനിലും ദൂതന്മാരിലും കാണും. കാരണം ഗബ്രിയേൽ മാലാഖ യേശു ക്രിസ്തുവിൻ്റെ മുന്നിൽ വന്ന് നിന്നപ്പോൾ, അല്ലെങ്കിൽ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മുന്നിൽ മനുഷ്യരൂപത്തിലാണോ എനിക്കറിയില്ല. ബൈബിളിൽ അവിടെ എഴുതി വെച്ചു ഗബ്രിയേൽ വന്ന് സംസാരിച്ചു എന്ന് മാത്രമേ എഴുതി വെച്ചിട്ടുള്ളൂ. നമ്മളുടെ ഈ ചിത്രീകരണത്തിൽ ചിറകൊക്കെയുള്ള മാലാഖയൊക്കെ ആയിട്ടാണ് ചിത്രീകരിക്കുക. ബൈബിളിൽ ഗബ്രിയേൽ വന്ന് സംസാരിച്ചു എന്നല്ലാതെ ഏത് രൂപത്തിലാണ് വന്നതിരിക്കുന്നത്, മനുഷ്യരൂപത്തിലാണോ അല്ലെങ്കിൽ ഒരു ചൈതന്യമായിട്ടാണോ ഒരു വെളിച്ചമായിട്ടാണോ ഒന്നും എഴുതി വെച്ചിട്ടില്ല. പുതിയ നിയമത്തിൽ എഴുതി വെച്ചിട്ടില്ല. പഴയ നിയമത്തിലും വളരെ അബ്രഹാത്തിന് മുന്നിലൊക്കെ പ്രത്യക്ഷപ്പെട്ട സമയത്തൊക്കെയുള്ള ചില സൂചനകളല്ലാതെ ദൂതന്മാർക്ക് മനുഷ്യരൂപമാണെന്നതിന് ഭാവനയിൽ കലാകാരന്മാർ സൃഷ്ടിക്കുന്ന ഒരു തെളിവല്ലാതെ വ്യക്തമായ തെളിവൊന്നുമില്ല. അപ്പോൾ ഇവിടെ ദൂതന്മാർ മനുഷ്യരൂപത്തിലാണ് എന്ന് അദ്ദേഹം സ്ഥാപിക്കുന്നു. യേശു ക്രിസ്തു മനുഷ്യരൂപം. ശരിയാണ്.
കാരണം നമ്മൾ പഴയ നിയമത്തിലെ ദൂത പ്രത്യക്ഷീകരണങ്ങളെല്ലാം യേശു ക്രിസ്തു ആണ് എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. അതിൽ പലതും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ദൂതന്മാർ മനുഷ്യരൂപത്തിലായിരുന്നോ ദൂതരൂപത്തിലാണോ എന്ന് പറയും. ബൈബിളിൽ മനുഷ്യരൂപത്തിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ വന്നു എന്ന് എഴുതി വച്ചിരിക്കുന്നത്. അപ്പം ഇത് അദ്ദേഹം വീണെടുത്തുന്നതെന്ന് ഉരുളുന്നതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. പിന്നീട് ഒരിക്കലും ഒരു ഘട്ടത്തിൽ പോലും പിതാവിലും പരിശുദ്ധാത്മാവിൽ നമുക്ക് മനുഷ്യരൂപം ദർശിക്കാൻ കഴിയില്ല. അത് പുത്രനിലും ദൂതന്മാരിലും മാത്രമേ കാണാൻ കഴിയൂ, പിന്നെ മനുഷ്യരിലുമാണ്. അപ്പോൾ മൂന്നിടങ്ങളിലെ മനുഷ്യരൂപവും മനുഷ്യഭാവവും കാണാൻ പറ്റും. അത് പുത്രനിലും. ഇപ്പം മനുഷ്യരൂപവും മനുഷ്യഭാവവും. അപ്പം അൽക്കുടത്തോളം പാസ്റ്ററെ പറയുക, എന്താണ് മനുഷ്യരൂപം, എന്താണ് മനുഷ്യഭാവം? താങ്കൾ പറഞ്ഞു രൂപം അല്ലെങ്കിൽ നോക്കിയിട്ടല്ല സൃഷ്ടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രൂപം അവിടെയില്ല. ഒരു രൂപം ഉണ്ടെങ്കിലല്ലേ കാണാൻ പറ്റുമോ, അത് ഭാവമാണെന്ന് പറഞ്ഞു. ഇപ്പം പറയുന്നത് മനുഷ്യരൂപവും മനുഷ്യഭാവവും. അപ്പോൾ എന്താണ് മനുഷ്യരൂപം, എന്താണ് മനുഷ്യഭാവം? താങ്കൾ പറ. ഇങ്ങനെ കുറേ വാക്കുകൾ കൊണ്ട് കുറേ ഗിമിക്കുകൾ കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല. സത്യസന്ധമായി വിഷയത്തെ അഡ്രസ്സ് ചെയ്യണം. ദൂതന്മാരിലും ദൂതൻ ഗബ്രിയേലൊക്കെ മനുഷ്യനായിട്ട് വരുമ്പോൾ മനുഷ്യരിലുമാണ്. ഈ തേജം എവിടെയാണ് ഗബ്രിയേൽ മനുഷ്യരായി വന്നു എന്ന് ബൈബിൾ എഴുതി വെച്ചത്? എല്ലാം ബൈബിളിൽ നിന്നല്ലേ താങ്കൾ പറയുന്നത്? ഗബ്രിയേൽ മനുഷ്യരായി വന്നു എന്ന് ബൈബിളിൽ എവിടെയെങ്കിലും ഈ പറയുന്ന ഞങ്ങളുടെ കത്തോലിക്ക ബൈബിളായ 73 പുസ്തകങ്ങളിൽ ഇതിന്ന് താങ്കൾ കാണിച്ചു തന്നാൽ മതി. വേണ്ട, സത്യവേദ പുസ്തകം കാണിച്ചാൽ മതി. ഗബ്രിയേൽ മനുഷ്യനായി വന്നു എന്ന് കാണിച്ചു തരാൻ പറ്റും. അപ്പം അത് കലാകാരൻ്റെ ഇമാജിനറി, നമ്മുടെയൊക്കെ ഒരു ഇമാജിനറി ആണെന്ന് അപ്പുറത്തേക്ക് പരിശുദ്ധ കന്യാമറിയത്തിന് മുന്നിൽ ഏത് രൂപത്തിലാണ് 2 ചിറകുകളോട് കൂടി, സാധാരണ ചിറകുകളോട്, മനുഷ്യന് ചിറകുണ്ടോ? അപ്പോൾ അതെങ്ങനെയാണ് മനുഷ്യരൂപമാകുന്നത്? രൂപികളാകുന്നതും ഈ 3 പേരുമാണ്. ഇപ്പം ഇത് നമ്മൾ കാഴ്ചയുള്ള ശരീരം വീണ്ടും തിരിച്ച് ക്രിസ്തുവിനോട് അനുരൂപപ്പെടും. അപ്പോഴും നമുക്ക് പഴയ പോലെ എത്താം. അപ്പോൾ ഈ വാദിക്കുന്ന ആളുകൾ ഇത്തരം വാദങ്ങൾക്കാണ് ഒരു ഖണ്ഡനം വെക്കുന്നത്. അല്ല, പിതാവിലും അതുപോലുണ്ട്, ആത്മാവിലും ഇതുപോലുണ്ട് എന്ന് പറയേണ്ടി വരും. അപ്പൊ അവിടെ ഉത്തരവില്ല. അങ്ങനെ പറയേണ്ടി വരും അനിൽക്കുടത്തോളം പാസ്റ്റർ. അതാണ് താങ്കൾ മണ്ടത്തരം പറയുന്നു എന്ന് പറയുന്നത്. ഞാൻ ഈ പറഞ്ഞ ഈ വീഡിയോയ്ക്ക് താങ്കൾക്ക് മറുപടി തരാൻ പറ്റുമോ? താങ്കൾ പറഞ്ഞു തന്നാൽ മതി. താങ്കളുടെ പൊസിഷൻ എടുത്ത് എന്താണ് രൂപം, മനുഷ്യരൂപം താങ്കൾ പറഞ്ഞു തന്നാൽ മതി. മനുഷ്യ സ്വഭാവം എന്താണെന്ന് പറഞ്ഞാൽ മതി. മനുഷ്യരൂപത്തെ നോക്കിയാണ് ആദത്തെ സൃഷ്ടിച്ചെന്ന് താങ്കൾ പറഞ്ഞാൽ മതി. അപ്പോൾ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ രൂപമാണെന്ന് പറയുന്നത് അതെന്താണെന്ന് പറഞ്ഞു തന്നാൽ മതി. പ്രശ്നം തീർന്നു. ഞങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് അത് വളരെ ക്ലിയറാണ്. ഇല്ലെങ്കിൽ താങ്കൾ ഇതുപോലെയുള്ള മണ്ടത്തരത്തിൽ വീഴും. ഞങ്ങളെപ്പോലെ ആളുകൾ താങ്കളെ തുറന്ന് കാണിക്കും. താങ്കൾ ഇങ്ങനെ ഉരുണ്ട് കളിക്കും. അത്രേ ഉള്ളൂ. അത് പാളിച്ച സംഭവിക്കുന്നു. ഇവിടെ അനിൽ സാർ കാണിച്ച പോലെ ടുപ്പോസ് എന്നൊരു പദത്തിൻ്റെ ഐക്കൺ എന്ന പദവും തമ്മിലുള്ള ഒരു വ്യത്യാസം കൂടി അദ്ദേഹം മനസ്സിലാക്കാൻ ബാധ്യസ്ഥനാണ്. പക്ഷേ ഇതിലൊരു കുഴപ്പം, ഇത്തരം ആളുകൾ പെട്ടെന്ന് ഞാനിവിടെ ഒന്നും പറഞ്ഞില്ല, പക്ഷെ റൂം എൻ്റെ പേരിലായിരിക്കും ഇടുന്നത്. ഇതാണ് അനിൽ എസ് നായർ എന്ന് പറഞ്ഞ TPM പെന്തക്കോ സമൂഹത്തെ നശിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്ന TPM പിശാച്. ഇത് വാക്കേ അവനെക്കുറിച്ച് ഇത് ഞാൻ സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കായിട്ട് ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നതാണ്. ഇത് ഈ പറയുന്ന വാക്കിൻ്റെ സീരിയസ്നെസ് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അൽക്കുടത്തോളം രക്ഷിക്കാൻ ഉപയോഗിച്ച വാടാണ് ഈ ടീപ്പോസ് എന്ന് പറഞ്ഞ ടൈപ്പ് എന്ന് പറയുന്നത്. ഇദ്ദേഹം പറഞ്ഞ ഈ അൽക്കുടത്തോളം പാസ്റ്റർ പറയുന്നതുമായിട്ട് എന്ത് ബന്ധമാണ് പ്രിയമുള്ളവരെ ഉപയോഗിക്കുക? കേട്ടോളൂ. ഐക്കൺ എന്ന പദവും തമ്മിലുള്ള ഒരു വ്യത്യാസം അതെങ്ങനെയാണ്? ടൈപ്പ് എന്നതും ഇപ്പം ഞാൻ നിങ്ങളിവിടെ കാണിക്കുന്നത് ഇൻ്റർലീനിയർ ആണ്. ഇവിടെ ഇൻ അവർ ഇമേജ് ഓഫ് ദ മെൻ. ഇമേജ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ രൂപമാണ്. അത് ഐക്കണാണോ? അല്ല. ഏത്? ജെനിസിസ് 1:26. ഇനി ഇത് ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇമേജ് ഇതിന് ഈ വേർഡിന് ലൈക്ക്നെസ് എന്നും അർത്ഥമുണ്ട്, ഇമേജ് എന്ന അർത്ഥമുണ്ട്, അങ്ങനെ കുറേ അർത്ഥങ്ങളുണ്ട്. ഇതെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അത് ഉൽപ്പത്തി പുസ്തകമാണ്. ഇനി റോമ 5:14 ടൈറ്റോസ് എന്ന വേർഡ്, അല്ലെ ടൂറ്റോസ് എന്ന വേർഡിന് എ ടൈപ്പ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ഐക്കണാകുന്നത്? അപ്പോൾ ഇത് ഒരു പുലബന്ധവുമില്ലാത്ത കാര്യങ്ങൾ പെട്ടെന്ന് അങ്ങ് പറഞ്ഞിട്ട് കേൾവിക്കാരെ ഒരു ടാക്ടിക്സ്, ഒരു സംഭാഷണ ടാക്ടിക്സ് ഉപയോഗിച്ച് എന്തോ വലിയ കാര്യം പറഞ്ഞു എന്ന് ആക്കി തീർത്ത് വളരെ നിസാരമായിട്ട് അതിനങ്ങ് തള്ളിക്കളഞ്ഞ് ഞാനൊരു മണ്ടനാണെന്ന് സ്ഥാപിക്കുക. അനിൽ എസ് നായർ യഥാർത്ഥത്തിൽ ചെയ്ത് അതാണ്. അത് ഇതുപോലത്തെ തറ നിലവാരത്തിലേക്ക് ബഹുമാനപ്പെട്ട അനിൽക്കുടത്തോളം പാസ്റ്റർ താഴുന്നതിൽ ഞാൻ വളരെ ദുഃഖം രേഖപ്പെടുത്തുന്നു. ഇതാണ് ടീറ്റോസ് എ ടൈപ്പ്. ഇതിനെവിടെയാണ് ഐക്യം എന്നുള്ള അർത്ഥമുള്ളത്?
ഇനി അവിടെ ഐക്കൺ എന്നാണോ, സന്ദർഭത്തിൽ അവിടെ ഐക്കൺ എന്നാണോ ഉപയോഗിച്ചിരിക്കുന്നത്? ഇനി ഇമേജ് എന്നുള്ളതിന് ഐക്കൺ എന്നാണോ ഉപയോഗിച്ചിരിക്കുന്നത്? ഇനി റോമൻ 5:14, ഇനി കൊളോസസ് 1:15, ദ ഇമേജ് ഓഫ് ദ ഗോഡ്, ഹീ ഈസ് ഇമേജ് ഓഫ് ദ ഗോഡ്. ആദത്തെ വിശേഷിപ്പിച്ച അതേ മീനിങ് തന്നെയാണ് യേശു ക്രിസ്തുവിനെ വിളിച്ചിരിക്കുന്നത്. ആദം ദൈവത്തിൻ്റെ ഇമേജാണ്, യേശു ക്രിസ്തുവും ദൈവത്തിൻ്റെ ഇമേജാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് കറക്റ്റ് ആവും. എന്താണ്? ദൈവത്തിൻ്റെ ചില ക്യാരക്ടർ, ചിന്തിക്കാനും മനസ്സിലാക്കാനും ഫ്രീ വില്ലും ഒക്കെയുള്ള അതേ ക്വാളിറ്റി ആദത്തിനുമുണ്ട്, യേശു ക്രിസ്തുവിനും. അതുകൊണ്ടാണ് ഇതെല്ലാം ഒന്നിച്ചു വരുന്നത്. ഇനി യേശു ക്രിസ്തു ദൈവത്തിൻ്റെ ഇമേജ് എന്ന് പറഞ്ഞാൽ തെറ്റില്ല. കാരണം ദൈവത്തിൻ്റെ അതേ, യേശു ദൈവം തന്നെയാണ്, മനുഷ്യനായ യേശു ക്രിസ്തുവിനും അതേ ക്യാരക്ടറുണ്ട്. പക്ഷേ അൽക്കുടത്തോടെ എടുക്കുന്ന ആർഗ്യുമെൻ്റ് വരുമ്പോൾ അതിന് ഇദ്ദേഹം കാണിക്കുന്ന ഒരു കാപട്യം എനിക്ക് വളരെ ദുഃഖമുണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, വളരെയധികം ദുഃഖമുണ്ട്. ആത്മാവിലും ഇതുപോലുണ്ട് എന്ന് പറയേണ്ടി വരും. അപ്പോൾ അവിടെ ഉത്തരമില്ലാതെ അത് പാളിച്ച സംഭവിക്കുന്നു. ഇവിടെ അനിൽ സാർ കാണിച്ച പോലെ ടുപ്പോസ് എന്നൊരു പദത്തിൻ്റെ ഐക്കൺ എന്ന പദവും തമ്മിലുള്ള ഒരു വ്യത്യാസം കൂടി അദ്ദേഹം മനസ്സിലാക്കാൻ ബാധ്യസ്ഥനാണ്. കണ്ടോ, ടൂപ്പോസ് എന്ന പദം, ടൈപ്പ് എന്ന പദം, ഇമേജ് എന്ന അർത്ഥം, ഇതിൻ്റെയൊക്കെ വ്യത്യാസം എനിക്ക് അറിയാൻ കൊടുത്തോണ്ട പാസ്റ്ററെ. ആ വ്യത്യാസം ഒന്ന് താങ്കൾക്ക് എന്നാൽ ഈ വീഡിയോയിൽ ഒന്ന് പറഞ്ഞുകൂടായിരുന്നു? എന്താ താങ്കൾ പറയാതെ സ്കിപ്പ് ചെയ്ത്? അത് കാപട്യമല്ലേ? താങ്കൾ എനിക്ക് എൻ്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഇനി കുറേ തള്ളിമറിക്കലുകളാണ് കേട്ടോ, കേൾക്കാം. പക്ഷെ ഇതിലൊരു കുഴപ്പം, ഇത്തരം ആളുകൾ പെട്ടെന്ന് ഞാനിവിടെ ഒന്നും പറഞ്ഞില്ല, പക്ഷെ റൂം എൻ്റെ പേരിലായിരിക്കും ഇടും. അത് നമ്മുടെ മീതെ ഉള്ളൊരു ദൈവത്തിൻ്റെ നിയോഗമോ ഇവരുടെ ഒരു സ്നേഹമോ ഒക്കെ കൊണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളിവിടെ ടൂട്ടോസ് എന്ന വീടിന് സ്ട്രോങ്ങിൽ 5156 നിങ്ങൾ ഇതിനകത്ത് ഇവയുടെയെങ്കിലും ഈ ടൈപ്പോസ് എന്ന വേർഡ് ഐക്കൺ എന്ന മീനിങ് വരുന്ന രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടോ? ജോൺ 20:25 ആക്ട് 7:43 7:44 23:25 6:17 കൊറിന്ത്യൻസിൽ. അപ്പോൾ ഇത് ഒരു ബന്ധവുമില്ലാത്ത രീതിയിൽ സം യു ബിക്കം ദ എക്സാമ്പിൾ ഫോർ ഓൾ ഓഫ് ദ ബിലീവേഴ്സ് ഇൻ മാസിഡോണിയൻ ആൻഡ് ഇത് നിങ്ങളിന്ന് നോക്കിയാൽ മതി. ഇതാണ് ഈ അൽക്കുടത്തോട്ടം പാസ്റ്ററൊക്കെ ചെയ്യുന്ന ഒരു സത്യസന്ധത ഇല്ലായ്മ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നമ്മൾ ഒത്തിരി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നിങ്ങൾ മനസ്സിലാക്കുക. വളരെ കൃത്യമായി ഞാൻ പറയാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് ഈ വീഡിയോ ഇച്ചിരി നീണ്ടുപോയത്. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ മൊത്തം തള്ളിമറിക്കലാണ്. ഞാൻ കൂടുതൽ കമൻ്റ് ഒന്നും പറയുന്നില്ല, അത് അദ്ദേഹം ചെയ്തോട്ടെ. ഇപ്പോൾ ആരെന്തോ ചെയ്താലും ഒരു റൂം എൻ്റെ പേര് വരും. അത് ടിസൺ ഇട്ടാലും കൊള്ളാം, കത്തോലിക്ക സൗരമായി ഇട്ടാലും കൊള്ളാം, അജിപ്പോൾ ഇട്ടാലും കൊള്ളാം. ഞാനത് എൻജോയ് ചെയ്യാം കേട്ടോ, അത് കുഴപ്പമൊന്നുമില്ല. അവരതൊക്കെ ചെയ്തോട്ടെ, കുഴപ്പമില്ല, സന്തോഷമുള്ളൂ. അപ്പം തിരിച്ച് ഞാൻ ടിസനെ പറ്റിയോ ഇവരെ പറ്റിയോ ഒരു റൂം ഇടുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട, എവിടെയും പ്രതീക്ഷിക്കേണ്ട. കാരണം ഞാനിത് ചെയ്യുന്നത് എനിക്ക് കർത്താവ് തന്ന ബോധ്യങ്ങളും ചിന്തകളും എൻ്റെ സഹോദരന്മാരോട് പങ്കിടാനാണ്. എനിക്ക് അതിൻ്റെ ഗുണമുണ്ട് കർത്താവ് നിമിത്തം. അത് വായിക്ക വഴി എനിക്ക് കൂടുതൽ ശുദ്ധീകരണം സംഭവിക്കുന്നു, രോഗശാന്തി ഉണ്ടാകുന്നു, നന്മയുണ്ടാകുന്നു, ശരീരസുഖമുണ്ടാകുന്നു. വചനം പറയുന്ന അനുസരിച്ച് ഞാൻ ശക്തിപ്പെടുന്നു. എനിക്കറിയാത്ത വഴികളിലെ വചനം കർത്താവ് തിരഞ്ഞെടുത്ത് എൻ്റെ മുമ്പിൽ തരുന്നു. ഒരു വചനം കൂടെ പെട്ടെന്ന് ഓർമ്മ വന്നുകൊണ്ട് പറയാം. മൽക്കീസദേക്കിന് സദൃശ്യനായി റെഫറൻസ് പറയുമല്ലോ, എബ്രായർ 7:15 ജഡസംബന്ധമായ കൽപ്പനയുടെ പ്രമാണത്താലല്ല, അഴിഞ്ഞു പോകാത്ത ജീവന്റെ ശക്തിയാൽ ഉളവായ വേറെ ഒരു പുരോഹിതൻ മൽക്കീസദേക്കിന് സദൃശ്യനായി ഉദിക്കുന്നുവെങ്കിൽ അത് ഏറ്റവും അധികം തെളിയുന്നു. അപ്പോൾ അവിടെ സദൃശ്യൻ എന്ന പദം എന്താ അർത്ഥമാക്കുന്നതെന്ന് ഇവർ പോയി നോക്കട്ടെ, ഏത് കാര്യത്തിലാണ് സദൃശ്യൻ. അപ്പോൾ സദൃശ്യൻ അല്ലെങ്കിൽ സാമ്യപ്പെട്ടിരിക്കുന്ന അവസ്ഥ, ഇമേജ് അല്ലെങ്കിൽ അൽക്കുടത്തോട്ടം പാസ്റ്റർ, അവിടെ സദൃശ്യൻ എന്ന് പറഞ്ഞാൽ താങ്കൾ പറഞ്ഞ അർത്ഥമാണുള്ളത്. കാരണം അബ്രഹാം ഒരു രാജാവിനെയാണ് കാണുന്നത്, ഒരു മനുഷ്യനായ കാണുന്നത്. അത് ആ സദൃശ്യം അർത്ഥം യേശുക്രിസ്തുവിന് വരുവാനുള്ളവൻ്റെ പ്രതിരൂപമാണ് യേശുക്രിസ്തു എന്നുള്ള അർത്ഥത്തിൽ വെച്ചിട്ട് യേശുക്രിസ്തു സ്വർഗത്തിൽ ഇങ്ങനെ മനുഷ്യരൂപത്തിൽ മനുഷ്യ ശരീരത്തോടും മനുഷ്യാത്മാവിനും കൂടി ഇരിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ലോജിക്കൽ പ്രോബ്ലവും തിയോളജിക്കൽ പ്രോബ്ലവും ബിബ്ലിക്കൽ കോൺട്രഡിക്ഷനുമാണ് താങ്കളെ കാണിച്ചു തന്നത്. താങ്കൾ പറഞ്ഞ് ന്യായീകരിക്കാൻ വേണ്ടി കുറേ അവിടുന്ന് ഇവിടുന്ന് വചനം എടുത്തുകൊണ്ട് വരുവാണ്. പ്രതിബിംബം അതുപോലെ പ്രതിരൂപം, ഇതിനെല്ലാം വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങളുണ്ട്. അപ്പം പ്രതിരൂപം എന്ന് പറയുന്നതിന് ഒരിക്കലും ബുദ്ധിയും ജ്ഞാനം അറിവും കൊടുക്കുകയാണ് എന്ന നിലയിൽ ചുരുക്കി കാണുന്നത് തെറ്റാണ്.
അപ്പോൾ എന്നാൽ താങ്കൾ ഒരു കാര്യം ചെയ്യും, അതെങ്ങനെയാണ് കാണേണ്ടത്? ഞാൻ താങ്കളുടെ മുന്നിൽ ഒരു വചനം വെച്ചിട്ടില്ലേ? തെറ്റാണെന്ന് താങ്കൾക്ക് ആർക്കും തള്ളി മറിക്കാൻ ആരെ കൊണ്ടും പറ്റിയല്ല. എനിക്കൊടുക്കും പാസ്റ്റർ, താങ്കൾ ഒരു പാസ്റ്ററല്ലേ, ഒരു സെൻട്രൽ പാസ്റ്ററും വലിയ കൺവെൻഷൻ പ്രസംഗങ്ങളോ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു സെലിബ്രിറ്റി അല്ലേ? അപ്പോൾ അതിനെ എങ്ങനെയാണ് കാണേണ്ടതെന്ന് താങ്കൾ പറഞ്ഞു തന്നാൽ മതി, പ്രശ്നം തീർന്നു. അത് അറിയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അപ്പോൾ ഞാൻ മണ്ടനാണ്, ഞാൻ ബൈബിളിൽ നിന്നല്ല പറയുന്നത്, ഞാൻ കാറ്റിക്കസിൽ നിന്നാണ് പറയുന്നതൊക്കെ പറഞ്ഞ് എന്നെ തള്ളിമറിക്കുകയും ചോദ്യത്തിന് ഉത്തരം പറയാതിരിക്കുകയും ചെയ്യുന്നത് ശരിയാണോ അനിൽ പാസ്റ്റർ? ഇനി അല്ലസ് നായരിനെ പോലെയുള്ള പെന്തക്കോ സമൂഹത്തെ തന്നെ നശിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്ന TPM വിശ്വാസിയെ കൂട്ടുപിടിച്ച് അവൻ പറയുന്ന മണ്ടത്തരമൊക്കെ ആണെന്ന് വരുത്തി തീർത്ത്, എന്നാൽ അതിന് കൃത്യമായ ഉത്തരം പറയാതെ എന്നെ ഇങ്ങനെ ഡിസ്ക്രെഡിറ്റ് ചെയ്ത് സംസാരിക്കുന്നത് കൊണ്ട് താങ്കൾക്ക് എന്ത് നേട്ടമാണുള്ളത്? താങ്കൾക്കിത് ചെയ്യാം, പക്ഷേ എന്നെയും താങ്കളെയും കാണുന്ന നമ്മളുടെ സ്വർഗസ്വനായ പിതാവ് ഇതെല്ലാം വ്യക്തമായി കാണുന്നുണ്ട്. താങ്കൾക്ക് കുറേ താങ്കളുടെ അനുയായികളെ, വിശ്വാസികളെ പറ്റിക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ താങ്കൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ദൈവവിശ്വാസിയാണെന്നും ദൈവത്തിൽ ആത്മാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കുന്നതിനുമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, താങ്കൾ ഈ വീഡിയോ കാണുമെന്ന് എനിക്കറിയില്ല, പക്ഷെ കാണുകയാണെങ്കിൽ താങ്കൾ ഓർക്കുക, ഈ മിമിക്കുകൾ കൊണ്ടൊക്കെ, ഈ കാപട്യം കൊണ്ടൊക്കെ താങ്കൾ കുറച്ചും വിശ്വാസികളെ താങ്കൾക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ ദൈവത്തെ താങ്കൾക്ക് ഒരിക്കലും പറ്റിക്കാൻ പറ്റില്ല എന്ന് മാത്രം ഓർത്തോളുക. അപ്പോൾ ഈ പറഞ്ഞ ഈ കാര്യങ്ങളെ ഞാൻ തൽക്കാലം ചുരുക്കുന്നു. ഇനി പ്രതികരണം കേൾക്കാം. അവർ ഇവിടെ ഈ വീഡിയോ ഞാൻ ഇവിടെ ചുരുക്കുകയാണ്. എനിവേ, ഇതിൻ്റെ 3-ാമത്തെ പാർട്ടിലും 4-ാമത്തെ പാർട്ടിലുമൊക്കെ അനിക്കോടത്തോടം പാസ്റ്റർ പറഞ്ഞിരിക്കുന്നത്, ഏകദേശം അദ്ദേഹം പല റൂമുകളിൽ പറഞ്ഞ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഒരു എനിക്ക് തോന്നുന്ന ഒരു 10-24 മണിക്കൂറിൻ്റെ വീഡിയോകൾ ഞാൻ റെക്കോർഡ് ചെയ്ത് എൻ്റെ എഡിറ്ററിൽ ഇട്ടേക്കുവാണ്. അതിൽ പ്രസക്തമായ കാര്യങ്ങൾ, അദ്ദേഹം പറഞ്ഞ മണ്ടത്തരങ്ങൾ, അത് തിയോളജിക്കലായ പ്രശ്നമല്ല, ബൈബിളുമായി തട്ടിച്ചു നോക്കുമ്പോൾ വരുന്ന മണ്ടത്തരങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ഞാൻ വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും. സർവശക്തനായ ദൈവം എന്നെയും പ്രത്യേകിച്ച് അനിൽക്കോടത്തോടം പാസ്റ്ററിനെയും അദ്ദേഹത്തോടു കൂടി ആയിരിക്കുന്നവരെയും നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് അനിൽക്കോടത്തോടം പാസ്റ്ററിന് തൻ്റെ ആ കുറവുകൾ മനസ്സിലാക്കുവാനും അത് തിരുത്തുവാനും ഉള്ള കൃപ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ.